ഭക്തനായ കൃഷ്ണകാട്ടി 4 യമനിയമങ്ങൾ. ഭക്തിയുത സേവനത്തിലെ 4 യമനിയമങ്ങൾ ചുവടെ ചേർക്കുന്നു. 1. മത്സ്യമാംസാദികൾ, മുട്ട എന്നിവ ഉപയോഗിക്കാതിരിക്കുക. 2. ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. 3. ചൂതാട്ടം ഒഴിവാക്കുക. 4. അവിഹിത ലൈംഗിക വീഴ്ച ഒഴിവാക്കുക. ഈ 4 പാപപ്രവൃത്തികളാണ് പാപജീവിതത്തിന്റെ 4 നെടും തൂണുകൾ. ധർമ്മത്തിന്റെ 4 തൂണുകളായ ദയ, തപസ്യ, സത്യം, ശുചിത്വം എന്നിവയെ ഇവ നേരിട്ട് നശിപ്പിക്കുന്നു. ദയ, സത്യം, തപസ്യ, ശുചിത്വം ഇവ ഇല്ലാത്ത ഒരു വ്യക്തിക്ക് എങ്ങനെ ആത്മീയ ജീവിതത്തിൽ മുന്നേറുവാനാകും? അതിനാൽ ഈ 4 നിയമങ്ങളും കർശനമായും പാലിക്കേണ്ടത് ഓരോ ഭക്തനും സംസ്കാരമുള്ള ഓരോ വ്യക്തിക്കും അത്യന്താപേക്ഷിതമാണ്. മത്സ്യം, മാംസം, മുട്ട ഇവ മാത്രമല്ല, ഉള്ളി, വെളുത്തുള്ളി എന്നിവയും ഭക്തന്മാർ വർജിക്കേണ്ടതാണ്. ഫാക്ടറിയിൽ തയ്യാറാക്കിയ റൊട്ടി, ബിസ്ക്കറ്റ് എന്നിവയും അഭക്തന്മാരാൽ പാകം ചെയ്യപ്പെട്ട ഭക്ഷണ പദാർത്ഥങ്ങളും വർജ്യങ്ങളാണ്. ഭഗവത് പ്രീതിക്കായി പാകം ചെയ്ത പ്രേമഭക്തിയോടെ അദ്ദേഹത്തിന് നിവേദിക്കപ്പെട്ട കൃഷ്ണപ്രസാദം മാത്രമേ ഭക്തന്മാർ സ്വീകരിക്കാറുള്ളൂ. ലഹരി സേവനത്തിൽ മദ്യം, കഞ്ചാവ്, മയക്കുമരുന്ന് എന്നിവ മാത്രമല്ല, പുകയില, പാൻ മസാല, വെറ്റില, പാക്ക്, ചായ, കാപ്പി, കഫീൻ അടങ്ങിയ ശീതളപാനീയങ്ങൾ, കോള പോലുള്ളവ എന്നിവയും ഉൾപ്പെടുന്നു. ചോക്ലേറ്റിലും ലഘുവായി ലഹരി വസ്തുക്കൾ അടങ്ങിയിട്ടുള്ളതിനാൽ ഭക്തന്മാർ അതും വർജിക്കേണ്ടതാണ്. ചൂതാട്ടത്തോടൊപ്പം നിരർത്ഥകമായ പ്രവൃത്തികളും TV കാണുക, ലൗകികങ്ങളായ ചിത്രങ്ങൾ, കളികൾ, പാട്ടുകൾ എന്നിവ ഭക്തന്മാർക്ക് യോജിച്ചതല്ല. ലോട്ടറി ടിക്കറ്റ് ഉപയോഗിക്കുന്നതും ചൂതാട്ടത്തിൽ പെടുന്നു. അവിഹിത ലൈംഗികമെന്നാൽ വിവാഹ ബന്ധത്തിനുള്ളിൽ കൃഷ്ണാവബോധമുള്ള സന്താനങ്ങളെ ലഭിക്കുക എന്ന ഉദ്ദേശത്തോടെയുള്ളതല്ല അല്ലാതുള്ള ബന്ധം എന്ന് അർത്ഥമാക്കുന്നു. വിവാഹേതര ബന്ധങ്ങൾ അത്യന്തം പാപകരവും ആത്മീയ പുരോഗതിയെ നശിപ്പിക്കുന്നതുമാകയാൽ അവയെക്കുറിച്ച് ചിന്തിക്കുവാനേ പാടില്ല. ഗർഭഛിദ്രം, കൃത്രിമ ഗർഭനിരോധന മാർഗങ്ങൾ, വന്ധ്യംകരണം എന്നിവ പ്രകൃതി വിരുദ്ധമാണെന്ന് മാത്രമല്ല, അത്യന്തം പാപകരവുമാണ്. സ്വയംഭോഗവും അവിഹിത ലൈംഗികമായി കണക്കാക്കപ്പെടുന്നു. ഇത് ശരീരത്തിന് അത്യന്താപേക്ഷിതമായ ദ്രവങ്ങളെ പാഴാക്കുകയും അവബോധത്തെ മലിനമാക്കുകയും ചെയ്യുന്നു. പുരോഗമന സംസ്കാരമെന്ന് വിളിക്കപ്പെടുന്ന ആധുനിക സംസ്കാരം ലൈംഗികതയെ പ്രോത്സാഹിപ്പിക്കുന്നു. അതിനാൽ ആത്മീയ ജീവിതത്തിൽ ഗൗരവമേറിയവർ പോലും ചിലപ്പോൾ ഇതിനെ തരണം ചെയ്യാൻ പ്രയാസപ്പെടുന്നു. ഈ പ്രശ്നത്തിൽ സഹായം വേണ്ടവർ നിങ്ങൾക്ക് ഏറ്റവും വിശ്വസ്തനായ ഒരു ഭക്തനുമായി തുറന്നു സംസാരിക്കേണ്ടതാണ്. ഭക്തിവേദാന്ത ബുക്ക് ട്രസ്റ്റ് പ്രസിദ്ധീകരിക്കുന്ന ബ്രഹ്മചര്യം കൃഷ്ണാവബോധത്തിൽ എന്ന പുസ്തകവും വായിക്കുക. മാതാജി തുടർന്ന് വായിക്കട്ടാ? റെക്കോർഡ് ചെയ്തോളൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നമസ്കാരം. നമാമീശ്വരം സച്ചിദാനന്ദരൂപം ലസത്കുണ്ടലം ഗോകുലേ വ്രജമാനം. നമാമീശ്വരം സച്ചിദാനന്ദരൂപം ലസത്കുണ്ടലം ഗോകുലേ വ്രജമാനം. യശോധാപിയോലൂഖലാധവമാനം പരാമൃഷ്ടമത്യന്തദോ ധൃത്യ ഗോപ്യ. യശോധാപിയോലൂഖലാധവമാനം പരാമൃഷ്ടമത്യന്തദോ ധൃത്യ ഗോപ്യ. രുദന്ത്രം മുഹുർനേത്രയുഗ്മം മൃജന്തം കരാംബോജയുഗ്മേന സദംഗനേത്രം. രുദന്തം മുഹുർനേത്രയുഗ്മം മൃജന്തം കരാംബോജയുഗ്മേന സദംഗനേത്രം. മുഹുർശ്വാസകംബാത്രിരേകാംഗകണ്ഠ സ്ഥിതഗ്രൈവ ദാമോദരം ഭക്തിബദ്ധം. മുഹുർശ്വാസകംബാത്രിരേകാംഗകണ്ഠ സ്ഥിതഗ്രൈവ ദാമോദരം ഭക്തിബദ്ധം. ഇതി ദൃക്സലീലാഭിരാനന്ദകുണ്ഡേ
സുകോശം നിമഞ്ജന്തമാഖ്യാപയന്തം ഇതി ദൃക്സൊലീലാഭിരാനന്ദ കൊണ്ടേ സുകോശം നിമഞ്ജന്തമാഖ്യാപയന്തം ത്വദീയേഷിതജ്ഞേഷു ഭക്തൈർജിതത്വം പുനഃ പ്രേമതസ്തം ശതാവൃത്തിവന്തി ത്വദീയേഷിതജ്ഞേഷു ഭക്തൈർജിതത്വം പുനഃ പ്രേമതസ്തം ശതാവൃത്തിവന്തി വരം ദേവമോക്ഷം ന മോക്ഷാവതിം വാ ന ചന്യം വൃണേഹം പരീക്ഷാത്തബീഹ ഇദം ദേവാപൂർണാദ ഗോപാലബാലം സദാ മേ മനസ്യാം വിരാസ്താം കി അന്യൈ ഇദം തേ മുഖാംബോജമത്യന്തനീലൈ വൃതം കുന്ദളൈ സ്നിഗ്ധരക്തൈശ്ച ഗോപ്യാ മുകുർചുംബിതം ബിംബരക്താദരം മേ മനസാം വിരാസ്താമലം ലക്ഷലാഭൈ നമോ ദേവദാമോദരാനന്ദ വിഷ്ണു പ്രസീദ പ്രഭോ ദുഃഖ ജലാബ്ധിമഗ്നം കൃപാദൃഷ്ടിവൃഷ്ട്യാദിദീനം ദദായോ കൃഗാണേശ മാമജ്ഞമിരിക്ഷി കുബേരാത്മജൗ ബദ്ധമൂർത്തൈവ യദ്വത്ത്വയാ മോചിതൗ ഭക്തിപാജൗ കൃതൗ ച തദാ പ്രേമ ഭക്തിം നമോസ്തി ഗൃഹോ മേ സ്ഥിതാമോദരേഖ നമസ്തേ സ്തുധാംനേ സ്ഫുരദീപ്തിധാംനി ത്വദീയോദ്ധരായാദ വിശ്വസ്യ നമോ രാധികായ ത്വദീയപ്രിയായ നമോ അനന്തലീലായ ദേവായ തുഭ്യം നമോ രാധികായ ത്വദീയപ്രിയായ നമോ അനന്തലീലായ ദാമോദരാ ജയ ദാമോദരാ ദാമോദരാ ജയ മാകാഞ്ചോരാ ദാമോദരാ ജയ ദാമോദരാ ദാമോദരാ ജയ മാകാഞ്ചോരാ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഇനി വെള്ളിയാഴ്ച വരെ അദ്ദേഹം പുറത്തേക്ക് പോവാണ്. ദാമോദര ജയ ദാമോദര ജയ രാധാ മാധവ രാധാ മാധവ രാധേ ജയ ഗോപാൽ 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 ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ ജയ പ്രഭുപദ ജയ പ്രഭുപദ ജയ പ്രഭുപദ ജയ പഞ്ചതത്വ ജയ പഞ്ചതത്വ പഞ്ചതത്വ ജയ പഞ്ചതത്വ നിത്യ ഗൗര ഹരി ബോൽ ഹരി ബോൽ ഹരി ബോൽ ഹരി ബോൽ ജയ ജയ പ്രഭുപാദ് 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 ജയ ജയ പ്രഭുപാദ് കൃഷ്ണപാദാൻ ലളിതാ ശ്രീ വിശാഖാന്യുതാംശ്ച ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗത്പതി ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ തപ്ത കാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി ഋഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ വാഞ്ചകൽപതരൂപസ്യ കൃപാ സിന്ധുഭ്യൈവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंद. हरे कृष्ण 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 हरे 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 राम 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 हरे हरे. जय श्री चैतन्य महाप्रभु की जय. ഓക്കെ, ഹരേ കൃഷ്ണ. നമ്മൾ ചൈതന്യ മഹാപ്രഭുവിൻ്റെ അന്ത്യലീലയാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചൈതന്യ ചരിതാമൃതത്തിലെ അന്ത്യലീലകൾ. അപ്പം ഇതിൽ
ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ എവിടെയാണ് നമ്മൾ എത്തിയെന്നുള്ളത്? കാരണം 2-3 ക്ലാസ്സായി ഡിസ്കഷൻ ഹരിദാസ് ഠാക്കൂറിനെ കുറിച്ച്. ഹരിദാസ് ഹരിദാസ് ഠാക്കൂറിന്റെ ഗ്ലോറീസ് ആയിരുന്നു അല്ലേ? ഓക്കെ, അടിപൊളി. അറ്റ്ലീസ്റ്റ് മാതാജിക്ക് അത് ഓർമ്മയുണ്ടല്ലോ. താങ്ക് യു മാതാജി. ഓക്കെ, ഇനി നമ്മൾക്ക് അടുത്ത ചാപ്റ്ററിൽ വരുന്നത് സനാതന ഗോസ്വാമി ജഗന്നാഥ് പുരിയിൽ എത്തുന്നതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു രൂപ ഗോസ്വാമി നമുക്ക് എന്താ പറയണ ചൈതന്യ മഹാപ്രഭുവിനെ കാണാൻ വേണ്ടിയിട്ട് മധുരയിൽ നിന്നും വൃന്ദാവനത്തിലോട്ട് വരുന്നുണ്ടായിരുന്നു. സോറി, ആ സമയത്ത് സനാതന ഗോസ്വാമിയുടെ ശിക്ഷ കഴിഞ്ഞിട്ട് അവർ രണ്ടുപേരും മീറ്റ് ചെയ്തില്ല. പിന്നെ തിരിച്ചു വന്നു. രൂപഗോസ്വാമി ഇവിടെ വന്നിട്ട് പോയത് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതേപോലെ നീ സനാതന ഗോസ്വാമി വൃന്ദാവനത്തിൽ നിന്നും തിരിച്ചു വന്നപ്പം ചൈതന്യ മഹാപ്രഭു ജഗന്നാഥ് പുരിയിലെത്തി. അപ്പൊ ആ സമയത്ത് ചൈതന്യ മഹാപ്രഭു തന്റെ മെർസിയാല് എങ്ങനെയാണ് സനാതന ഗോസ്വാമിയെ സൂയിസൈഡിൽ നിന്നും രക്ഷിച്ചെന്നുള്ളതാണ് വളരെ നല്ല മധുരമായിട്ടുള്ളൊരു കഥയാണ്. കൃഷ്ണനും ഭക്തന്മാരുമായിട്ടുള്ള ഇടപാട് നല്ലതായിട്ട് ഇതിൽ കാണാൻ പറ്റും. രൂപ ഗോസ്വാമി ജഗന്നാഥ് പുരിയിൽ നിന്ന് ബംഗാളിലെത്തി. ആ സമയത്ത് സനാതന ഗോസ്വാമി മധുരയിൽ നിന്ന് ജഗന്നാഥ് പുരിയിലോട്ട് തിരിക്കുകയാണ്. സനാതന ഗോസ്വാമി എന്താ ചെയ്യുന്നത്? ഒറ്റയ്ക്ക് ഈ ജാർഖണ്ഡ് വനങ്ങളിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ചില സമയത്ത് പുള്ളിക്കാരൻ ആഹാരം കഴിക്കത്തില്ല, ആഹാരം ഇല്ലാതെ ഫാസ്റ്റിംഗ് ചെയ്തു. ചില സമയത്ത് കഴിക്കും, കിട്ടുമ്പോൾ കഴിക്കും. അങ്ങനെയൊക്കെയുള്ള ഒരു അനാരോഗ്യമായിട്ടുള്ള ഒരു റുട്ടീനാണ് തുടങ്ങിയത്. അത് മാത്രമല്ല, ജാർഖണ്ഡിലെ വനത്തിലെ വെള്ളം വളരെ മോശമായിരുന്നു. അതും പിന്നെ അവിടെ കുറെ ബോംസും ഇൻസെക്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കൂടെ പുള്ളിക്കാരനെ അറ്റാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ പുള്ളിക്കാരൻ്റെ മണ്ടയിൽ ഫാസ്റ്റിങ്ങും അതിൻ്റെ മണ്ടയിൽ. അപ്പൊ ഇതെല്ലാം വന്നപ്പോഴത്തേക്ക് പുള്ളിക്കാരന് ഒരു അസുഖം വന്നു. പിന്നെ ആ അസുഖം കാരണം ശരീരം ഇച്ചിങ് ചെയ്യാൻ തുടങ്ങി. ഭയങ്കരമായിട്ട് ഇച്ചിങ് തന്നെ, ചൊറിഞ്ഞ് തടിച്ച് പുഴുത്ത് അതിൽ നിന്ന് ഫ്ലൂയിഡ് വരാൻ തുടങ്ങി. അപ്പൊ ഇങ്ങനെ സനാതന ഗോസ്വാമി ഭയങ്കര വിഷമിച്ചു. അപ്പം പറഞ്ഞു, ഓക്കെ, ഞാൻ ഒന്നാമത് എന്താ പറയാ ലോവർ കാസ്റ്റിലാണ് ജനിച്ചിരിക്കുന്നത്. നമ്മൾ ആലോചിക്കണം, ലോവർ കാസ്റ്റ് എന്ന പുള്ളിക്കാരൻ ബ്രാഹ്മൺ കാസ്റ്റിലാണ് ജനിച്ചത്. പക്ഷെ പുള്ളിക്കാരൻ മുസ്ലിംസിന്റെ അടിയിൽ പണി ചെയ്യേണ്ട വന്നതുകൊണ്ട് ബാക്കിയുള്ളവരെല്ലാം പുള്ളിക്കാരനെ മുസ്ലിംസ് ആയിട്ട് കൺസിഡർ ചെയ്തു. അങ്ങനെയാണ്. അതുകൊണ്ട് അതിന്റെ ഹ്യൂമിലിറ്റി കാരണമാണ് പറയുന്നത്. ഇപ്പം ലോ കാസ്റ്റ് ആയിപ്പോയി. ഞാൻ ജനിച്ചതും അത് തന്നെ. ഇപ്പം എന്താ, ഞാൻ എൻ്റെ ശരീരം ഇപ്പം ഡിവോഷൻ ഭക്തിക്ക് ഉപയോഗിക്കാനേ പറ്റുന്നില്ല. ഇനി ഞാൻ ജഗന്നാഥ് പുരിയിൽ എത്തുമ്പോൾ എനിക്ക് ജഗന്നാഥിനെ കാണാനും പറ്റത്തില്ല, ചൈതന്യ മഹാപ്രഭുവിനെയും കാണാനും പറ്റത്തില്ല. ഇപ്പോൾ ഇതിനിടയിൽ ഇങ്ങനെ കഷ്ടപ്പെടുകയാണ് ഞാൻ കേട്ടിട്ടുണ്ട് ചൈതന്യ മഹാപ്രഭു അമ്പലത്തിൻ്റെ അടുത്താണ് താമസിക്കുന്നതെന്ന്. അതുകൊണ്ട് എനിക്ക് ഭഗവാന്റെ അമ്പലത്തിനടുത്തോട്ട് പോകാനുള്ള ശക്തി എനിക്കും ഇല്ല. കാരണം ഭക്തന്മാര് അമ്പലത്തിന്റെ സേവയ്ക്ക് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുകയായിരിക്കും. അതിനിടയിൽ അവർ വന്ന് എൻ്റെ ശരീരത്തിൽ തൊട്ട് കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും വലിയ പാപിയായിട്ട് മാറും. അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ ശരീരം കൊണ്ട് യാതൊരു പ്രയോജനമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ശരീരം? അതുകൊണ്ട് ഞാൻ ഒരു കാര്യം ചെയ്യണം, ശരീരത്തിനെ എങ്ങനെയെങ്കിലും ഒരു ബുദ്ധി നല്ല സ്ഥലത്ത് ഉപേക്ഷിക്കുന്നതാണ് നല്ലത്. അങ്ങനെയാവുമ്പോൾ എൻ്റെ വിഷമങ്ങളെല്ലാം തീരുമല്ലോ. അങ്ങനെ ഞാൻ ഒരു ഹയർ ഡെസ്റ്റിനേഷനിൽ എത്തുമല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഓർമ്മിച്ചത്, ഇപ്പൊ എന്തായാലും രഥയാത്ര തുടങ്ങും. ആ സമയത്ത് ജഗന്നാഥൻ വെളിയിൽ വരികയും ചെയ്യാം. അപ്പൊ എനിക്ക് ജഗന്നാഥനെ കാണുകയും ചെയ്യാം, ആ രഥത്തിന്റെ വീലില് എൻ്റെ ജീവനും ഒടുക്കുകയും ചെയ്യാം. അപ്പം ഞാൻ ജഗന്നാഥനെ കണ്ട് എൻ്റെ ജീവിതം ഒടുക്കി കഴിഞ്ഞാൽ എനിക്ക് ചൈതന്യ മഹാപ്രഭുവിന്റെ പ്രസൻസിലാവുമ്പോൾ എനിക്ക് ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ തന്നെ കിട്ടും. അതാണ് നല്ലത് എന്ന് പറഞ്ഞ് ആ ഒരു ദൃഢ നിശ്ചയത്തോടെ സനാതന ഗോസ്വാമി നീലാചലത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഓരോരുത്തടുത്തും ജഗന്നാഥ് പുരിയുടെ അടുത്തെത്തിയപ്പം ആൾക്കാരുടെ അടുത്ത് ചോദിച്ചു, ഹരിദാസ് ഠാക്കൂറിന്റെ വീട് എവിടെയാണെന്ന് ചോദിച്ചു. അപ്പൊ റെസിഡൻസ് എവിടെയാണ്? അങ്ങനെ ചോദിച്ച് ഹരിദാസ് ഠാക്കൂറിന്റെ വീട്ടിലെത്തി. അവിടെ എത്തി ഹരിദാസ് ഠാക്കൂറിനെ നമിച്ചതിന് ശേഷം സനാതന ഗോസ്വാമിയെ കാണാൻ ഹരിദാസ് ഠാക്കൂറിന് വളരെ സന്തോഷമായി. പുള്ളിക്കാരന് പറഞ്ഞു, ഭഗവാൻ ചൈതന്യ മഹാപ്രഭു ഇപ്പം തന്നെ കുറച്ച് കഴിയുമ്പോൾ ഇവിടെ എത്തും എന്ന് ചൈതന്യ മഹാപ്രഭുവിനെ കുറിച്ച് പറഞ്ഞു തീർന്നതും ചൈതന്യ മഹാപ്രഭു അവിടെ എത്തി. കാരണം പുള്ളിക്കാരന്റെ ഡെയിലി റൊട്ടീൻ എന്ന് പറഞ്ഞാൽ ചൈതന്യ മഹാപ്രഭു നേരെ അമ്പലത്തിൽ പോകും. രാവിലെ പ്രഭാത കാര്യങ്ങളെല്ലാം തീർത്തതിന് ശേഷം അമ്പലത്തിൽ പോയി ദർശനം എടുത്തതിന് ശേഷം പ്രസാദവും വാങ്ങിച്ച് ചൈതന്യ മഹാപ്രഭു കൊണ്ടുവന്ന് ഹരിദാസ് ഠാക്കൂറിന് ആഹാരം കൊടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഹരിദാസ് ഠാക്കൂറും അമ്പലത്തിൽ പോകത്തില്ല. കാരണം അമ്പലത്തിൽ കയറാൻ താനും ഒരു മ്ലേച്ഛനായിട്ടാണ് ജനിച്ചത്.
ഞാൻ അമ്പലത്തിൽ പോകുന്ന ഡിവോട്ടീസിൻ അവരെൻ്റെ ദേഹം തൊട്ട് കഴിഞ്ഞാൽ അവരും അശുദ്ധരാകും. അതുകൊണ്ട് എനിക്ക് അതിനുള്ള കഴിവില്ല, വളരെ തുച്ഛനാണ് ഞാനെന്നുള്ള ആ ഹംബിൾ ഫീലിംഗ് കാരണം പുള്ളിക്കാരന് അമ്പലത്തിൽ പോകാൻ പോകത്തില്ലായിരുന്നു. അപ്പോൾ ചൈതന്യ മഹാപ്രഭു ഇവരുടെ ഹ്യൂമിലിറ്റി ശരിക്കും മനസ്സിലാക്കിയതുകൊണ്ട് ചൈതന്യ മഹാപ്രഭു തന്നെ ജഗന്നാഥിന്റെ പ്രസാദം കൊണ്ടുവന്ന് കൊടുക്കുക ചെയ്യുന്നത്. എന്നാലും ചൈതന്യ മഹാപ്രഭു തന്നെ സ്വയം ചൈതന്യ മഹാപ്രഭുവിന്റെ പ്രസാദം, അതായത് ജഗന്നാഥിന്റെ പ്രസാദം ചൈതന്യ മഹാപ്രഭു തന്നെ കയ്യാൽ ഹരിദാസ് ഠാക്കൂറിന് കൊടുക്കുമായിരുന്നു. അപ്പം ഇനിയിപ്പം സനാതന ഗോസ്വാമിക്കും അത് കിട്ടി. അപ്പം സനാതന ഗോസ്വാമിയെ കണ്ടപ്പോൾ ചൈതന്യ മഹാപ്രഭു വളരെ സന്തോഷത്തോടെ മുന്നോട്ട് വന്നിട്ട് ആലിംഗനം ചെയ്യാൻ ശ്രമിച്ചു. അപ്പൊ ഉടനെ ചൈതന്യ മഹാപ്രഭു ആലിംഗനം ചെയ്യാൻ തുടങ്ങിയപ്പോൾ സനാതന ഗോസ്വാമി തടഞ്ഞു നിർത്തി. എന്നിട്ട് പറഞ്ഞു, അയ്യോ ഭഗവാനെ, എന്നെ തുടരുത്, ഞാൻ ഏറ്റവും നീചന്മാരിൽ നീചനായിട്ടുള്ള ആളാണ് ഞാൻ. അത് മാത്രമല്ല, എൻ്റെ ശരീരം കംപ്ലീറ്റ് വ്രണങ്ങളാണ്. അങ്ങ് ഇത് എന്റെ തൊട്ട് കഴിഞ്ഞാൽ അങ്ങയുടെ ശരീരത്തും ഈ വ്രണത്തിന്റെ ചളി വന്ന് വീഴും. അതുകൊണ്ട് വേണ്ട, നിങ്ങൾ തുടരരുത് എന്ന് പറഞ്ഞു. നിങ്ങൾ എന്നെ കെട്ടുപിടിക്കരുതെന്ന് പറഞ്ഞു. പക്ഷെ ചൈതന്യ പ്രഭു പക്ഷെ ഇതൊന്നും കേട്ടില്ല. ചൈതന്യ മഹാപ്രഭു സനാതന ഗോസ്വാമിയെ പിടിച്ച് ഞെക്കി, അതായത് ബലത്തോടെ ആലിംഗനം ചെയ്തു. എന്നിട്ട് ചൈതന്യ മഹാപ്രഭുവിന്റെ ശരീരത്തില് സനാതന ഗോസ്വാമിയുടെ പഴുപ്പ്, വ്രണങ്ങളുടെ പഴുപ്പ് ചൈതന്യ മഹാപ്രഭുവിന്റെ ദേഹത്ത് പോലും ആയി. അതൊന്നും ചൈതന്യ മഹാപ്രഭു വെച്ചില്ല. ചൈതന്യ മഹാപ്രഭു തന്റെ സനാതന ഗോസ്വാമി, തന്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനെ കണ്ടതിന്റെ സന്തോഷത്തിലായിരുന്നു. അപ്പം ചൈതന്യ മഹാപ്രഭു അതിന് ശേഷം സനാതന ഗോസ്വാമിയെ കൊണ്ടുവന്ന് പൂരിയിലുള്ള ഡിവോട്ടീസിനെ എല്ലാം പരിചയപ്പെടുത്തി. സനാതന ഗോസ്വാമി ഓരോരുത്തരുടെയും കാലിൽ തൊട്ട് വീണിച്ചു. അതിനുശേഷം ഭഗവാനും ഡിവോട്ടീസും ഒരു റേസ്ഡ് പ്ലാറ്റ്ഫോമിൽ ഇരിക്കുകയും സനാതന ഗോസ്വാമി ഹരിദാസ് ഠാക്കൂറും താഴെ ഇരിക്കുകയും ചെയ്തു. എന്നിട്ട് സനാതന ഗോസ്വാമി എടുത്ത് ചൈതന്യ മഹാപ്രഭു ചോദിച്ചു, എന്തൊക്കെയുണ്ട്, കുറെ നാളായല്ല ഞാൻ നിന്നെ കണ്ടിട്ടുണ്ട്. അപ്പൊ പറഞ്ഞേ വൈഷ്ണവരെ കുറിച്ചും മധുരയിലുള്ള വൈഷ്ണവരെ കുറിച്ചും വൃന്ദാവനത്തിലുള്ള ആൾക്കാരെ കുറിച്ചും ചൈതന്യ മഹാപ്രഭു ചോദിച്ചു. എന്നിട്ട് പറഞ്ഞു, സനാതന ഗോസ്വാമി പറഞ്ഞു, അല്ല ചൈതന്യ മഹാപ്രഭു പറഞ്ഞു, രൂപ ഗോസ്വാമി ഇവിടെ 10 മാസത്തേക്ക് ഉണ്ടായിരുന്നു. ഇപ്പൊ ഒരു 10 ദിവസം മുമ്പാണ് പുള്ളിക്കാരൻ ബംഗാളിലോട്ട് പോയത്. അപ്പം അത് മാത്രമല്ല, നിന്റെ അനിയൻ അനുപം ആണെങ്കിൽ ഇപ്പൊ മരിച്ചും കഴിഞ്ഞു. പുള്ളിക്കാരൻ ശ്രീരാമന്റെ വളരെയധികം നല്ലൊരു ഭക്തനായിരുന്നു. അപ്പൊ സനാതന ഗോസ്വാമി പറഞ്ഞു, അതെ, ഞാന് മ്ലേച്ഛ ജന്മത്തിലാണ് ജനിച്ചേക്കുന്നത്, മ്ലേച്ഛവരുടെ കുടുംബത്തിലാണ് ജനിച്ചേക്കുന്നത്. കാരണം ഞാൻ എൻ്റെ ഫാമിലി എല്ലാ പലതരത്തിലുള്ള റിലീജിയസ് ആക്ട്സും ചെയ്യുന്നുണ്ട്. പക്ഷെ യാതൊരു വിമുഖതയും ഇല്ലാതെ അങ്ങ് എൻ്റെ ഫാമിലിയെ അങ്ങ് ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും അനുപമിന് നല്ല വിധിയെ വരൂ എന്ന് എനിക്കറിയാം. പുള്ളിക്കാരൻ ചെറുപ്പം മുതലേ വളരെയധികം ശ്രീരാമന്റെ ഭക്തനായിരുന്നു. ഞങ്ങള് ഹരേ കൃഷ്ണ മന്ത്രം ജപിക്കുമ്പോൾ പുള്ളിക്കാരൻ രാമന്റെ മന്ത്രം ജപിച്ചുകൊണ്ടിരിക്കും, എപ്പോഴും മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഉറക്കെ രാമായണത്തിൽ നിന്നുള്ള കഥകൾ വായിക്കുമായിരുന്നു. ഞാനും രൂപനും പുള്ളിക്കാരൻ്റെ അനുപമന്റെ എൽഡർ ബ്രദേഴ്സ് ആയിരുന്നു. നമ്മൾ ശ്രീമദ് ഭാഗവതം കേൾക്കുകയും കൃഷ്ണന്റെ കഥ കേട്ട് ഡിസ്കസ് ചെയ്യുകയും ചെയ്യുമായിരുന്നു നമ്മൾ. അപ്പൊ ഉടനെ നമ്മൾ രണ്ടുപേരും ഈ അനുപമനെ വല്ലഭനെ വിളിക്കും, അല്ലേ വല്ലഭ, നീ ഇവിടെ വന്നേ, കൃഷ്ണന്റെ മധുരമായിട്ടുള്ള കഥകൾ കേട്ടെ എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് കേൾപ്പിക്കുമായിരുന്നു. അപ്പം എന്നിട്ട് പറയും, നീ കൃഷ്ണന്റെ ഭക്തിയുത സേവനത്തിന് ഏർപ്പെടണം. നമ്മൾ 3 പേരും ഒന്നിച്ചു നിന്ന് കൃഷ്ണന്റെ കഥ പരസ്പരം ഡിസ്കസ് ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ പല പ്രാവശ്യം സനാതന ഗോസ്വാമി രൂപഗോസ്വാമി മാറി മാറി വല്ലഭൻ അല്ലെങ്കിൽ അനുപമിനെ നിർബന്ധിക്കുമായിരുന്നു. അനുപം അല്ലെങ്കിൽ വല്ലഭൻ റിപ്ലൈ ചെയ്യും, ഞാൻ അങ്ങ് എൻ്റെ ചേട്ടന്മാരാണ്, അതുകൊണ്ട് എനിക്ക് അങ്ങയുടെ ഓർഡർ തിരസ്കരിക്കാൻ പറ്റത്തില്ല. പക്ഷെ അതുകൊണ്ട് ഒരു ഞാൻ ചെയ്യും, എന്നെ ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിൽ ഇനിഷ്യേറ്റ് ചെയ്യും, അപ്പൊ എനിക്ക് ഡിവോഷണൽ സർവീസ് ചെയ്യാമല്ലോ. അപ്പൊ ഉടനെ എന്നിട്ട് പെട്ടെന്ന് തന്നെ പുള്ളിക്കാരൻ ചിന്തിക്കും, ഓക്കെ, പക്ഷേ ഞാൻ എങ്ങനെ ശ്രീരാമന്റെ പാദം വിട്ടു വരുന്നത് എങ്ങനെയാണ്, ഞാൻ ചിന്തിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ പോയി കിടക്കാൻ നോക്കും. പക്ഷെ എല്ലാവരും ഉറങ്ങുമെങ്കിലും വല്ലഭൻ മാത്രം ഉറങ്ങത്തില്ല. പുള്ളിക്കാരന് ഉറക്കം വരുന്നില്ല. അടുത്ത ദിവസം രാവിലെ പുള്ളിക്കാരൻ ഫസ്റ്റ് എഴുന്നേറ്റിട്ട് നമ്മൾ സനാതന ഗോസ്വാമിയും രൂപഗോസ്വാമിയും എഴുന്നേപ്പിച്ചിട്ട് പറഞ്ഞു,
അല്ലയോ ചേട്ടന്മാരെ, ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് ശ്രീരാമചന്ദ്രൻ്റെ അടുത്ത് കടപ്പെട്ടിരിക്കുകയാണ്. അത് എനിക്ക് മാറ്റാൻ പറ്റുന്നില്ല. ഇത് മാറ്റി ആ ശ്രീരാമന്റെ പാദം മാറ്റി കൃഷ്ണന്റെ പാദം വെക്കുക എന്ന് പറയുന്നത് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. അതുകൊണ്ട് പ്ലീസ് നിങ്ങൾ രണ്ടുപേരും എൻ്റെ അടുത്ത് വിനയത്തോടെ, എൻ്റെ അടുത്ത് മേഴ്സിഫുൾ ആവണം. എന്നിട്ട് എനിക്ക് ഉപദേശിച്ചു തരണം ഞാൻ എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. എനിക്ക് ശ്രീരാമചന്ദ്രന്റെ പാതാരവിന്ദത്തിൽ ആശ്രയം എനിക്ക് നിങ്ങൾ തന്നെ വാങ്ങിച്ചു തരണം. ഇത് കേട്ടതോടുകൂടി നമ്മൾ രണ്ടുപേരും ചിരിച്ചുകൊണ്ട്, അതായത് സനാതന ഗോസ്വാമി പറയുകയാണ്, സനാതന ഗോസ്വാമിയും രൂപഗോസ്വാമിയും ചിരിച്ചുകൊണ്ട് വല്ലഭനെ കെട്ടിപ്പിടിക്കുകയും പറഞ്ഞു, എനിക്കറിയാം, നമുക്കറിയാം നിന്റെ ഭക്തിയുദ്ധ സേവനം രാമന്റെ അടുത്തുള്ള, അത് ജസ്റ്റ് പരീക്ഷിക്കാൻ വേണ്ടി മാത്രമേ നമ്മൾ പറഞ്ഞുള്ളൂ. ഇത് ചൈതന്യ മഹാപ്രഭുവിന്റെ ഫ്രണ്ട് വെച്ച് പുള്ളിക്കാരൻ സ്മരിച്ചെടുത്തു. എന്നിട്ട് ചൈതന്യ മഹാപ്രഭു ഡിസ്കസ് ചെയ്തു. അപ്പൊ ഇത് ചൈതന്യ മഹാപ്രഭു പറഞ്ഞു, ഇതേപോലെ തന്നെ വേറൊരാളുടെ ഉണ്ട്, വല്ലഭനെ പോലെ തന്നെ വേറൊരാളാണ് മുരാരി ഗുപ്ത എന്ന് പറയുന്നത്. മുരാരി ഗുപ്തയെ ഞാനും ഇതുപോലെ തന്നെ പരീക്ഷിച്ചിട്ടുണ്ട്. ഇപ്പം പുള്ളിക്കാരനാണെങ്കിൽ എന്താ പറയാ, ഹനുമാന്റെ ജന്മമാണ്. അതുകൊണ്ട് തന്നെ ചൈതന്യ മഹാപ്രഭു ഇത് നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. ഹനുമാന്റെ അടുത്ത്, മുരാരി ഗുപ്തയുടെ അടുത്ത്, ഡോക്ടറായിട്ടുള്ള മുരാരി ഗുപ്തയുടെ അടുത്ത് ചൈതന്യ മഹാപ്രഭു പറഞ്ഞായിരുന്നു, ഓക്കെ നിങ്ങള് നാളെ തൊട്ട് ഹരേ കൃഷ്ണ ജപിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഉടനെ മുരാരി ഗുപ്ത അടുത്ത ദിവസം വളരെ വിഷമത്തോടെ, ഉറക്കം ഇല്ലാതെ ഭയങ്കര വിഷമമുണ്ട്, ഞാൻ ഹരേ കൃഷ്ണൻ ജപിക്കാനിരിക്കും, പക്ഷെ ഹരേ കൃഷ്ണ എന്ന് പറയുമ്പോൾ എനിക്ക് വരുന്നത്, എൻ്റെ വായിൽ നിന്ന് വരുന്നത് രാമ രാമ എന്ന് മാത്രമേ വരുന്നുള്ളൂ. വേറെ രാമ രാമ എന്നല്ല, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം 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 ഹരേ ഹരേ. അതില് ഹരേയും കൃഷ്ണയും ഹരേയും കൃഷ്ണയും വരുന്നേ ഇല്ല. രാമ 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 ഇത് മാത്രമേ വരുന്നുള്ളൂ. എനിക്ക് വേറെ എത്ര പ്രാവശ്യം ഞാൻ പിടിച്ചു നോക്കി, നാക്ക് പിടിച്ചു നോക്കി, നാക്ക് എൻ്റെ കൈയാൽ പിടിച്ചു കെട്ടി നോക്കി, രാമന്റെ നാമം വരാതിരിക്കാൻ വരും. പക്ഷെ രാമന്റെ നാമം മാത്രമേ വരുന്നുള്ളൂ. ഒന്ന് ആലോചിക്കണം എത്രമാത്രം വിശ്വാസവും ഭക്തിയും ഉണ്ട് മുരാരി ഗുപ്തയ്ക്ക്. നമ്മുടെയൊക്കെ നാക്കിന്നാണെങ്കിൽ ഹരേ കൃഷ്ണ വരാനാണ് ബുദ്ധിമുട്ട്. പക്ഷെ മുരാരി ഗുപ്തയുടെ നാക്കിന്ന് ഹരേ കൃഷ്ണ രാമന്റെ നാമം മാറാൻ ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പൊ ഇങ്ങനെ വന്ന് ചൈതന്യ മഹാപ്രഭുവിന്റെ അടുത്ത് കരഞ്ഞു പറഞ്ഞപ്പോൾ ചൈതന്യ മഹാപ്രഭു വളരെ സന്തോഷത്തോടെ പറഞ്ഞു, എനിക്കറിയാം നീ ഹനുമാനാണെന്ന്, അത് അറിയാം, എന്നാലും ഞാൻ നിന്നെ ജസ്റ്റ് ഒന്ന് എന്താ പറയണ പരീക്ഷിച്ചതാണ്. നീ എന്തായാലും രാമനെ തന്നെ ജപിച്ചാൽ മതി. എന്നിട്ട് പറയുന്നുണ്ട്, ഏതൊരു ഭക്തനാണോ ഭഗവാന്റെ ശരണം വിടാതെ ഭജിക്കുന്നത് ആ ഭക്തൻ പ്രശസ്തനാവേണ്ടതാണ്. അതേപോലെ തന്നെ ആണ് ആ നാഥനും, ഏതൊരു നാഥനാണോ സെർവന്റിനെയും വിടാത്തത് ആ നാഥനും ഗ്ലോറിയസ് ആണ്. അപ്പം ഇൻ കേസ് ഒരു ഭക്തൻ താഴെ വീണുപോയാൽ, ഇപ്പം നമ്മളൊക്കെ ചാൻഡ് ചെയ്യാണ്, മായയിൽ മുഴുകിപ്പോയാൽ ഭഗവാൻ അവനെ വെറുതെ വിടത്തില്ല. ഭഗവാൻ നമ്മളെ പിടിച്ച് കെട്ടി തിരിച്ച് ഭഗവാന്റെ പാതാരവിന്ദത്തിൽ തന്നെ കൊണ്ടുവരും. ഈ ഭഗവാനും ഒരു ഗ്ലോറിയസ് ആണ്, ഭക്തനും ഗ്ലോറിയസ് ആണ്. അപ്പൊ എന്തായാലും സനാതന ഗോസ്വാമി നീ ഇവിടെ വന്നത് നന്നായി. രൂപഗോസ്വാമിയായിട്ട് റൂം ഷെയർ ചെയ്തോളൂ. അങ്ങനെ നിങ്ങൾ രണ്ടുപേരും കൃഷ്ണാവബോധത്തെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ, പൂർണ്ണമായിട്ട് അപഗ്രഥിക്കാൻ കഴിവുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇവിടെ താമസിക്കൂ എന്ന് പറഞ്ഞിട്ട് ചൈതന്യ മഹാപ്രഭു പോയി. സനാതന ഗോസ്വാമി അങ്ങനെ ഹരിദാസ് ഠാക്കൂറിന്റെ കൂടെ താമസിക്കുമ്പം അടുത്ത ദിവസവും സനാതന ഗോസ്വാമിയെ കാണാൻ വേണ്ടിയിട്ട് ചൈതന്യ മഹാപ്രഭു വന്നു. എന്നിട്ട് പെട്ടെന്ന് പ്രസാദം കൊടുത്തതിന് ശേഷം ചൈതന്യ മഹാപ്രഭു പറഞ്ഞു, അല്ലയോ സനാതന, നീ ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ കൃഷ്ണന്റെ അടുത്ത് എത്തുമെങ്കിൽ അത് കൊള്ളാലോ, നല്ലൊരു അഭിപ്രായമാണല്ലോ. ഞാൻ കോടാനുകോടി കണക്കിന് ഞാൻ എൻ്റെ ശരീരം ത്യജിച്ചേനെ. ശരീരം ത്യജിച്ചുകൊണ്ട് മാത്രം വൈകുണ്ഠത്തിലെത്തും കൃഷ്ണന്റെ അടുത്ത് എത്തുന്നുണ്ടെങ്കിൽ ഞാനത് മില്യൺ ടൈംസ് ചെയ്തേനെ. അതുകൊണ്ട് നിന്റെ മനസ്സിലുള്ള ആത്മഹത്യക്കുള്ള പരിപാടി നീ ഉപേക്ഷിക്കുക. നീ ഒരു കാര്യം മനസ്സിലാക്കണം, കൃഷ്ണനെ കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ആത്മഹത്യ ചെയ്തുകൊണ്ടും അല്ലെങ്കിൽ ശരീരം ഇല്ലാതാക്കിയതുകൊണ്ടും മാത്രം കൃഷ്ണനെ കിട്ടത്തില്ല. കൃഷ്ണനെ കിട്ടണമെങ്കിൽ ഭക്തിയുത സേവനം ചെയ്യണം. വേറെ ഒരു വഴിയുമില്ല ഭഗവാനെ കിട്ടാൻ വേണ്ടിയിട്ട്.
ഈ ആത്മഹത്യയുടെ ടെൻഡൻസിയും ആത്മഹത്യക്കുള്ള പ്രവണതയും ആക്ച്വലി ഇഗ്നറൻസ് കാരണമാണ് നിനക്ക് തോന്നുന്നത്, എന്തും പാഷൻ കാരണം. അല്ലാതെ അങ്ങനെയുള്ള ഇഗ്നറൻസും പാഷനും ഉള്ള സമയത്ത് ഒരാൾക്ക് കൃഷ്ണനെ മനസ്സിലാക്കില്ല. കൃഷ്ണനെ എൻ്റെ അടുത്തുള്ള ഭക്തിയുത സേവനം ചെയ്ത് ഒരാൾക്ക് കൃഷ്ണന്റെ അടുത്തുള്ള ഉറങ്ങിക്കിടക്കുന്ന പ്രേമഭക്തി ഉണർത്തുകയും അങ്ങനെ അല്ലാതെ വേറൊരു രീതിയിലും കൃഷ്ണനെ കിട്ടാൻ സാധ്യമല്ല എന്ന് ചൈതന്യ മഹാപ്രഭു പറയുന്നു. ഇതിനെ സർട്ടിഫൈ ചെയ്തുകൊണ്ട് പുള്ളിക്കാരൻ ഭാഗവതത്തില് ഉദ്ധവൻ പറയുന്ന കോട്ടേഷനും കൊടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പറയും, ചൈതന്യ മഹാപ്രഭു പറഞ്ഞു, ആത്മഹത്യ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കൊടും പാപമാണ്. ഒരു ഭക്തൻ ഒരിക്കലും ആത്മഹത്യ കൊണ്ട് ഒന്നും നേടുന്നില്ല. കാരണം ചില സമയത്ത് പരിപൂർണ ഭക്തർക്ക് കൃഷ്ണന്റെ അടുത്ത് നിന്ന് മാറി നിൽക്കുന്നത് സഹിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവര് ആത്മഹത്യ ചെയ്യുന്നതാണ് നല്ലത് എന്ന് വിചാരിക്കും. എന്നാൽ അതൊരു പ്രേമഭക്തി കാരണമാണ്. എന്നാൽ പ്രേമഭക്തി കാരണം തന്നെ കൃഷ്ണനെ കുറച്ചു നേരത്തേക്കെങ്കിലും കാണാൻ പറ്റുമ്പോഴത്തേക്ക് ആ ഭക്തന് വളരെയധികം സന്തോഷമാകും. ആ സന്തോഷം മാത്രമല്ല, കൃഷ്ണന്റെ ഓഡിയൻസ് കിട്ടി അല്ലെങ്കിൽ കാണുന്നതോടുകൂടി തന്നെ കൃഷ്ണനെ കാണാത്തതിൻ്റെ ഉള്ള വിഷമവും അറിഞ്ഞൂടാത്ത അത്രയും 10 മടങ്ങായിട്ട് കിട്ടുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇത് നിന്റെ മനസ്സിൽ നിന്ന് എടുത്ത് കളയണം. ഈവൻ ശിവൻ പോലും എന്താ പറയണ, നമ്മളെ കൃഷ്ണന്റെ ദർശനത്തിന് വേണ്ടിയിട്ട് കാക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നീ നിന്റെ ശരീരം കൊണ്ട് ഭക്തിയുത സേവനം ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയുന്നത്, ഭഗവാനെ സേവ ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയുന്നത് വെറും മിഥ്യയാണ്. നീ ആ ഒരു ചിന്ത വിട്ടിട്ട് ഭക്തിയുത സേവനത്തിൽ ഏർപ്പെടുമെന്ന് പറഞ്ഞു. അപ്പം ചൈതന്യ മഹാപ്രഭു വീണ്ടും ശകാരിച്ചതിന് ശേഷം പറഞ്ഞു, ഓക്കെ, ഇനി നിന്റെ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തകളൊക്കെ എടുത്ത് കളയുക. പിന്നെ നിന്റെ വാദം ഉണ്ടല്ലോ, എന്താ പറയണ, തൊട്ടുകൂടാത്ത ജീവിതത്തിലാണ്, തൊട്ടുകൂടാത്ത ശരീരമാണ് നിന്റേത്, താഴ്ന്ന നിലയിലാണ് ജനിച്ചത്. അതുകൊണ്ട് തന്നെ കൃഷ്ണന്റെ ഭക്തിയുത സേവനത്തിന് എന്റെ ശരീരം കൊള്ളത്തില്ല, അതുകൊണ്ട് ഞാൻ ആത്മഹത്യ എന്നുള്ളത് അത് വെറും പൊട്ടത്തരമാണ്. ഏതൊരു വ്യക്തിയാണോ ഭഗവത് സേവ ചെയ്യുന്നത് ആ വ്യക്തിക്ക് താൻ ജനിച്ചത് ഉന്നത കുലത്തിലാണോ താഴ്ന്ന കുലത്തിലാണോ, ഇറ്റ് ഡസൻറ്റ് മാറ്റർ. അത് ഒരു രീതിയിലും ബ്രാഹ്മണ കുലത്തിൽ ജനിക്കുന്നതിന് അസ്ട്രോകറ്റിക് കുലത്തിൽ ജനിക്കുന്നതിന് ഇന്നും മാറ്റർ ചെയ്യത്തില്ല. ഭക്തിയുത സേവനത്തിൽ ആകെപ്പാടെ വേണ്ടത് ഒരു വ്യക്തിയുടെ മനസ്സാണ്. ആക്ച്വലി ഭക്തിയുത സേവനത്തിൽ ജനിക്കുന്ന ഭക്തന്മാര് ഉന്നത കുല ജാതരാവുന്നതിൽ വളരെയധികം വിഷമിക്കുക ചെയ്യുന്നത്. പൈസ ഉണ്ടാവുന്നതിൽ വളരെയധികം വിഷമിക്കുകയാണ് ചെയ്യുന്നത്. സൗന്ദര്യം, ബുദ്ധി, വാക്രാവണ്യം, ഇതെല്ലാം ഉള്ളതിൽ വളരെയധികം വിഷമിക്കുക ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്കറിയാം ഇതെല്ലാം തന്നെ ഭക്തിയുത സേവനത്തിനുള്ള വിഘ്നമാണ്. എന്താണോ ഒരു ഭൗതികവാദി വിചാരിക്കുന്നത് നല്ലതെന്ന് വിചാരിക്കുന്നത്, അത് ആത്മീയതയിൽ മുഴുകുന്നയാൾ വിചാരിക്കുന്നത് അത് പാടില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെ ബ്രാഹ്മണിക്കൽ ക്വാളിറ്റീസ് 12 ഉണ്ടെങ്കിലും ഒരാൾക്ക് ഗുരുവാകാൻ പറ്റില്ല. എപ്പോഴാണോ ഒരു വ്യക്തി ഭഗവാൻ പത്മനാഭന്റെ ദാസനായി തീരുന്നത്, പത്മനാഭന്റെ ഡിവോട്ടി ആയി തീരുന്നത്, ആ സമയത്ത് മാത്രമേ ഒരാൾക്ക് ഗുരുവാകാൻ പറ്റൂ. ഇത് ശാസ്ത്രിക വചനമാണ്. അതുകൊണ്ട് തന്നെ നീ വിഷമിക്കേണ്ട ആവശ്യമില്ല. അതുമാത്രമല്ല, ഭക്തിയുത സേവനത്തിലെ 9 എണ്ണം ഉണ്ടതിൽ ഏറ്റവും ബെസ്റ്റാണ് ശ്രവണം. ഇതില് തീർച്ചയായിട്ടും നീ ശ്രവണത്തിലൂടെ വളരെയധികം പുരോഗമിച്ചതാണ്. നമുക്കറിയാം, ഇപ്പോൾ പുള്ളിക്കാരൻ്റെ ഹുസൈൻ ഷായിൽ അവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് പോലും മുസ്ലിമായിട്ട് വെളിയിൽ എക്സ്റ്റേണൽ ചെയ്യുന്നുണ്ടെങ്കിലും വീട്ടിൽ എപ്പോഴും ഭാഗവത പാരായണമായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. ഭാഗവതം കഥയുടെ പഠനമായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. അപ്പം ഇതുകൊണ്ട് തന്നെ ചൈതന്യ മഹാപ്രഭു പറഞ്ഞു, അല്ലയോ ചൈതന്യ മഹാപ്രഭു, നീ യാതൊന്നും വിചാരിച്ച് ആത്മഹത്യ ചെയ്യേണ്ട ആവശ്യമില്ല. നിന്റെ ഭക്തിയുത സേവനത്തിലെ ശ്രവണത്തിലൂടെയും
ഭക്തന്മാരുമായിട്ടുള്ള സംഘത്തിലൂടെയും നീ കൃഷ്ണനെ മനസ്സിൽ കൊണ്ടു നടക്കാൻ പറഞ്ഞു. ഇത് ചൈതന്യ മഹാപ്രഭുവിന്റെ ഈ വചനം കേട്ടതോടുകൂടി സനാതന ഗോസ്വാമി ആക്ച്വലി ഇളിപ്പിനായി. കാരണം ആത്മഹത്യ ചെയ്യാനാണ് ജഗന്നാഥ് പുരി വന്നേക്കുന്നുള്ളത് ആരുടെ പറഞ്ഞിട്ടില്ല പുള്ളിക്കാരൻ. പക്ഷെ ചൈതന്യ മഹാപ്രഭു അത് മനസ്സിലാക്കി അത് പറഞ്ഞപ്പം പുള്ളിക്കാരൻ ചൈതന്യ മഹാപ്രഭുവിനെ ഗ്ലോറിഫൈ ചെയ്തിട്ട് പറഞ്ഞു, അല്ലയോ ചൈതന്യ മഹാപ്രഭു, അങ്ങ് എല്ലാം അറിയാവുന്നവന്, പാസ്റ്റ് പ്രസന്റ് ഫ്യൂച്ചർ, അങ്ങ് തന്നെ ആത്മഹത്യ ചെയ്യുന്ന വിലക്ക്. അതുകൊണ്ട് ഞാൻ തീർച്ചയായിട്ടും അത് ചെയ്യില്ല എന്ന് പറഞ്ഞ് കാല് തൊഴുതു. എന്നിട്ട് ചൈതന്യ മഹാപ്രഭു എന്നെ ഗ്ലോറിഫൈ ചെയ്യാൻ തുടങ്ങി. അപ്പൊ ചൈതന്യ മഹാപ്രഭു പറഞ്ഞു, അല്ലയോ സനാതന, നീ ഒരിക്കലും വിചാരിക്കരുത് ഇത് നിന്റെ ശരീരം നിന്റെ പ്രോപ്പർട്ടിയാണെന്ന്. ആക്ച്വലി ഇത് എന്റെ പ്രോപ്പർട്ടിയാണ്. അപ്പൊ നിന്റെ പ്രോപ്പർട്ടി അല്ലാത്ത സാധനത്തിനെ നീ എങ്ങനെ ഡിസ്ട്രോയ് ചെയ്യും? നീ അത് തെറ്റല്ലേ? ആ തെറ്റിനെ എങ്ങനെ നീ ശരിയായിട്ട് വിചാരിക്കുന്നു? നിന്റെ ശരീരം എന്ന് പറയുന്നത് ഇനി മുതൽ എന്റേതാണ്. അതുകൊണ്ട് നീ ആ ശരീരത്തെ നശിപ്പിക്കാൻ ചിന്തിക്കരുതെന്ന് പറഞ്ഞു. അപ്പൊ ഇതെല്ലാം കേട്ടപ്പം ചൈതന്യ മഹാപ്രഭുവിന് സനാതന ഗോസ്വാമിക്ക് വളരെയധികം സന്തോഷമായി. എന്നിട്ട് പറഞ്ഞു, നിനക്ക് സനാതന നിനക്ക് ഭക്തി എന്താണെന്നും ഭക്തിയുത സേവനം എന്താണെന്നും വൈഷ്ണവരുടെ ഡ്യൂട്ടീസ് എന്താണെന്നും വൈഷ്ണവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്നും നല്ലതായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ നിന്റെ സേവ എന്താണെന്ന് വെച്ചാൽ നീ ഈ ഭക്തിയുത സേവനത്തെ കുറിച്ച് നീ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം. അതിനുവേണ്ടി പുസ്തകങ്ങൾ എഴുതുക, പഠിപ്പിക്കുക, മറ്റുള്ള ജീവജാലങ്ങളെ മറ്റുള്ള ആൾക്കാർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും വൃന്ദാവനം, മധുര എന്ന് പറയുന്ന സ്ഥലങ്ങൾ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലങ്ങളാണ്. അവിടെ നീ പോയി കൃഷ്ണ കോൺഷ്യസ്നസ് പ്രീച്ച് ചെയ്യണം എന്ന് പറഞ്ഞു. ഞാനിപ്പോ ഇവിടെ എൻ്റെ അമ്മയുടെ ആജ്ഞയിൽ ജഗന്നാഥ് പുരിയിൽ ഇരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് മധുര വൃന്ദാവനത്തിൽ പോകാൻ പറ്റുന്നില്ല. പക്ഷെ എനിക്ക് അവിടെ പല കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ആ കാര്യങ്ങളെല്ലാം തന്നെ നിന്നിലൂടെയാണ് ഞാൻ ചെയ്യാൻ തീരുമാനിക്കുന്നത്. അത് കേട്ടതോടുകൂടി സനാതന ഗോസ്വാമിക്ക് വളരെ സന്തോഷമായി. സനാതന ഗോസ്വാമി പറഞ്ഞു, അങ്ങയുടെ പ്രവൃത്തി ഒരിക്കലും മനസ്സിലാവാൻ പറ്റത്തില്ല ആർക്കും. പക്ഷെ ഇപ്പോൾ ഞാൻ ഒരു തടിപ്പാവ പോലെയാണ്. തടിപ്പാവ എന്ന് പറയുന്നത് നമുക്കറിയാം, പാവ കളിക്കാരന്റെ കയ്യിലിരിക്കുന്ന സ്ട്രിങ്സ് അനങ്ങുന്നതനുസരിച്ചാണ് ആ പാവകൾ അനങ്ങുന്നത്. അതേപോലെ ചില സമയത്ത് ഇങ്ങോട്ട് വലിക്കുമ്പോൾ ഇങ്ങോട്ട് വലിക്കും. അതേപോലെയാണ് ഞാൻ, അങ്ങക്ക് എങ്ങോട്ട് വേണമെങ്കിലും വലിച്ചോളൂ എന്ന് പറഞ്ഞ് ക്ഷമാപണം നിർത്തും. അതിനുശേഷം ചൈതന്യ മഹാപ്രഭു ഹരിദാസ് ഠാക്കൂറിന്റെ അടുത്ത് പറയും, ഈ വ്യക്തി ഉണ്ടല്ലോ മറ്റുള്ളവരുടെ വസ്തുവകകൾ ഇല്ലാതാക്കാനാണ് വലിയ താല്പര്യമാണ്. അതുകൊണ്ട് ഞാൻ നിന്റെ മണ്ടയില് അധികാരപ്പെടുത്തിയിട്ട് പോവുകയാണ്, ഇവന് അങ്ങനെ ചെയ്യാതിരിക്കുന്നത് നോക്കണം എന്നുള്ളത്. ഒരാള് ഒരുത്തന്റെ വസ്തു വേറൊരാൾക്ക് ഒടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി, രണ്ടാമത്തെ വ്യക്തി ആ വസ്തു ആ ആദ്യത്തെ ആൾക്ക് വേണ്ടിയിട്ടായിരിക്കണം ഉപയോഗിക്കേണ്ടത്, അല്ലാതെ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കരുത്. സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് അൺലോഫുൾ ആണ്. അപ്പൊ ഉടനെ ഹരിദാസ് ഠാക്കൂർ പറഞ്ഞു, നമ്മുടെ സ്വന്തം കപ്പാസിറ്റിയിൽ നമ്മൾ ആക്ച്വലി ഭയങ്കര അഹങ്കരിക്കുന്ന ആൾക്കാരാണ്. നമ്മൾ ഭക്തിയുത സേവനമായാലും മായയിലാണെങ്കിലും ഓരോന്നും നമ്മൾ അച്ചീവ് ചെയ്യുമ്പോൾ ഞാൻ അത് അച്ചീവ് ചെയ്യുമെന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് ഒരിക്കലും അങ്ങയുടെ ഡീപ്പായിട്ടുള്ള ഇന്റൻഷൻ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അങ്ങ് പറയാതെ നമുക്ക് അങ്ങ് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് പറയാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ആർക്ക് വേണ്ടിയിട്ടാണ് പറയണതെന്ന് പറയാൻ പറ്റുന്നില്ല. എന്തൊക്കെയായാലും അങ്ങ് സനാതന ഗോസ്വാമിയെ തൻ്റെ സെർവൻ്റ് ആയിട്ട് സ്വീകരിച്ചു. ഇതിൽ കൂടുതലൊരു ഭാഗ്യം സനാതന ഗോസ്വാമിക്ക് വരാനില്ല. അങ്ങനെ ഹരിദാസ് ഠാക്കൂറിനെയും സനാതന ഗോസ്വാമിയെയും ചൈതന്യ മഹാപ്രഭു ആലിംഗനം ചെയ്തു. എന്നിട്ട് ഹരിദാസ് ഠാക്കൂർ പറഞ്ഞു, അല്ലയോ സനാതന, നിന്നെ പോലെ ഒരു ഭാഗ്യവാനായിട്ട് ഒരു വ്യക്തിയും ഈ ലോകത്തില്ല. ചൈതന്യ മഹാപ്രഭു സ്വയം അങ്ങയുടെ അടുത്ത് വന്നിട്ട് അങ്ങയുടെ മനസ്സിലുള്ള കാര്യങ്ങൾ പറയുന്നു. ആ ചൈതന്യ മഹാപ്രഭു നിന്റെ ശരീരത്തെ അദ്ദേഹത്തിന്റെ ശരീരമായിട്ട് സ്വീകരിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വേറെ ഒരാൾക്കും നിന്റെ ഭാഗ്യം കിട്ടുന്ന എനിക്ക് ചിന്തിക്കാനേ പറ്റത്തില്ല. ഇനി ചൈതന്യ മഹാപ്രഭു നിന്റെ ശരീരത്തോടെ എന്തൊക്കെ ചെയ്യുന്നത് നമുക്ക് കണ്ടു അറിയാം. അതുപോലെ തന്നെ അങ്ങ് ചൈതന്യ മഹാപ്രഭുവിന് നീ മധുരയിൽ പോകുന്നതാണ് താല്പര്യം, അതുകൊണ്ട് നീ അങ്ങോട്ട് വിടണം എന്ന് പറഞ്ഞു.
എന്തായാലും കൃഷ്ണൻ ചെയ്യുന്ന എന്താണെന്ന് നമുക്ക് അവർക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. സ്വരാട്ടാണ്, പൂർണ്ണ സ്വരാട്ടാണ്. എന്തായാലും ചൈതന്യ മഹാപ്രഭുവിന്റെ വാക്കുകളിൽ നിന്ന് എനിക്ക് മനസ്സിലായത്, ചൈതന്യ മഹാപ്രഭുവിന് നീ പുസ്തകങ്ങൾ എഴുതണമെന്നും ഡിവോഷണൽ സർവീസിനെ കുറിച്ച് ഗ്ലോറിഫൈ ചെയ്യണമെന്നും അതിന്റെ റെഗുലേറ്റീവ് പ്രിൻസിപ്പിൾസ് ലോകത്തെ മനസ്സിലാക്കി കൊടുക്കണമെന്നും സ്ക്രിപ്റ്റേഴ്സിൽ പറഞ്ഞേക്കുന്ന കാര്യങ്ങളെ നല്ല വെളിച്ചത്ത് കൊണ്ടുവന്ന്, അതായത് ക്ലിയർ ആയിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് കൊണ്ടുവന്ന് അങ്ങനെ കൊണ്ടുവരണം എന്നാണ്. എന്തായാലും എൻ്റെ ശരീരത്തിന് അതിനുള്ള കഴിവില്ല. ചൈതന്യ മഹാപ്രഭു നിന്നെയാണ് അതിനെ കണ്ടു ചെയ്യുക. അതുകൊണ്ട് തന്നെ നീ വളരെ വേഗം മധുരയിലോട്ട് പോയി തുടങ്ങണം. അപ്പോൾ ഉടനെ സനാതന ഗോസ്വാമി പറഞ്ഞു, അല്ലയോ ഹരിദാസ് ഠാക്കൂർ, നിനക്ക് ഈക്വലായിട്ട് ആരാണ് ഉള്ളത്? നീ ചൈതന്യ മഹാപ്രഭുവിന്റെ ഒരു അസോസിയേറ്റ് തന്നെയാണ്, ഏറ്റവും ഭാഗ്യവാനായിട്ടുള്ളത്. എന്തായാലും ചൈതന്യ മഹാപ്രഭുവിന്റെ മിഷൻ എന്ന് പറയുന്നത് ചാൻഡിങ്, ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിന്റെ ചാൻഡിങ് ഈ ലോകത്ത് കംപ്ലീറ്റ് പ്രചരിപ്പിക്കുക എന്നുള്ളതാണ്. അത് സ്വയം ചെയ്യുന്നതിന് പകരം ചൈതന്യ മഹാപ്രഭു എന്താ ചെയ്യുന്നത്? ഹരിദാസ് ഠാക്കൂറിൻ വഴിയാണ് ചെയ്യുന്നത്. കാരണം ഹരിദാസ് ഠാക്കൂറിനെ നാമാചാര്യ എന്ന് പറഞ്ഞിട്ടുണ്ട്. നീ 3 ലക്ഷം തവണയാണ് ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുന്നത്, 3 ലക്ഷം തവണയാണ് ഭഗവാന്റെ നാമം ജപിക്കുന്നത്. അതുവഴി നീ എല്ലാവർക്കും ഒരു ദൃഷ്ടാന്തം കാണിച്ചു തരുന്നുണ്ട്. ചിലരാണെങ്കിൽ വളരെ വളരെ നല്ലതായിട്ട് പെരുമാറും. ചിലർ കൃഷ്ണ കോൺഷ്യസ്നസ് പ്രീച്ച് ചെയ്യത്തില്ല അവർ. പക്ഷെ ചിലരാണെങ്കിൽ നല്ലതായിട്ട് പ്രീച്ച് ചെയ്യും, ചിലർ നല്ലതായിട്ട് പെരുമാറത്തില്ല. നിനക്ക് ഇത് രണ്ടും ഉണ്ട്. അതായത് പ്രീച്ചിങ്ങും ചെയ്യും, നിന്റെ ക്വാളിറ്റീസ് ഏറ്റവും ഉത്തമമാണ്. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം നിന്റെ ഗുരു എന്ന് പറയുന്നത് ഭഗവാൻ തന്നെയാണ്, വേറെ ആരുമല്ല. അങ്ങനെ രണ്ടുപേരും പരസ്പരം ഡിവോട്ടീസിനെ പൂഴ്ത്തി അവർ രണ്ടുപേരും ആലിംഗനം ചെയ്ത് പിരിഞ്ഞു. അത് കഴിഞ്ഞിട്ട് കുറെ നാൾ കഴിഞ്ഞപ്പോഴാണ് രഥയാത്ര വന്നത്. രഥയാത്ര വന്ന സമയത്ത് ബംഗാളിൽ നിന്നുള്ള ഡിവോട്ടീസ് എല്ലാം പൂരിയിലെത്തി, അവർ എല്ലാ വർഷം ചെയ്യുന്ന പോലെ. അങ്ങനെ വളരെ സന്തോഷത്തോടെ ചൈതന്യ മഹാപ്രഭു എല്ലാവരുടെയും കൂട്ടത്തിൽ, ബംഗാളിലുള്ള വൈഷ്ണവരുടെ കൂട്ടത്തിലും സനാതന ഗോസ്വാമിയുടെയും ഹരിദാസ് ഠാക്കൂറിന്റെയും അവിടെയുള്ള പൂരിയിലുള്ള വൈഷ്ണവരുടെയും കൂട്ടത്തിൽ രാമാനന്ദറായ എല്ലാവരുടെയും ഫ്രണ്ടിൽ വളരെയധികം നല്ലതായിട്ട് ഡാൻസും കളിച്ച് സനാതന ഗോസ്വാമി ആദ്യമായിട്ടാണ് രഥയാത്ര കാണുന്നത്. അത് കണ്ടതോടുകൂടി സനാതന ഗോസ്വാമിക്ക് മൈൻഡ് ഭയങ്കരമായിട്ട് അതിശയിച്ചു വിട്ടു. ഇങ്ങനെ ഒരു വ്യക്തിക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ബംഗാളിലുള്ള ഡിവോട്ടീസ് 4 മാസം അവര് ജഗന്നാഥ്പുരിയിൽ കഴിച്ചു കൂട്ടി. അതിനുശേഷം ചൈതന്യ മഹാപ്രഭു, ആ സമയത്ത് ചൈതന്യ മഹാപ്രഭു സനാതന ഗോസ്വാമിയെ എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുത്തു. അങ്ങനെ എല്ലാ ഡിവോട്ടീസും പരസ്പരം നല്ല സന്തോഷത്തോടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ആണ് സനാതന ഗോസ്വാമി വന്ന് പറഞ്ഞു, ഓക്കെ, രഥയാത്രയിലെ വന്ന ഡിവോട്ടീസ് അവര് തിരിച്ചു പോയെങ്കിലും സനാതന ഗോസ്വാമി ചൈതന്യ മഹാപ്രഭുവിന്റെ അടുത്ത് കുറച്ചു വേണം കൂടി നിൽക്കാൻ ഒരു യാചന നടത്തി. അപ്പൊ സനാതന ഗോസ്വാമിയുടെ മനസ്സിലാക്കിയ ചൈതന്യ മഹാപ്രഭു അതിന് സമ്മതിക്കുകയും ചൈതന്യ മഹാപ്രഭുവിനെ സേവ ചെയ്യാൻ സനാതന ഗോസ്വാമിക്ക് അവസരം കിട്ടുകയും ചെയ്തു. ചില സമയത്ത് ശിവന്റെ യമേശ്വരന്റെ ഗാർഡനിൽ ഇരുന്നാണ് ചൈതന്യ മഹാപ്രഭു, അതായത് മെയ് ജൂണിൽ ഇരുന്ന് ലഞ്ച് കഴിക്കും. ആ സമയത്ത് സനാതന ഗോസ്വാമിയെ വിളിച്ചിരുത്തിയിട്ട് ആ ഡിസ്കഷൻ ചെയ്യുമായിരുന്നു കൃഷ്ണന്റെ കഥകൾ. പുള്ളിക്കാരനെ ഇവിടെ എത്തണമെങ്കിൽ മെയ് ജൂൺ എന്ന് പറഞ്ഞാൽ ചുട്ടുപൊള്ളുന്ന സമയമാണ്. ലഞ്ച് ടൈമിലാണ് യമേശ്വരന്റെ ഗാർഡനിൽ എത്തുന്നത്. ആ സമയത്ത് ചൈതന്യ മഹാപ്രഭുവിന്റെ അടുത്തെത്തണമെങ്കിൽ സനാതന ഗോസ്വാമിക്ക് മെയിൻ റോഡിലൂടെ വരുവാണെങ്കിൽ അമ്പലത്തിനെ ക്രോസ് ചെയ്ത് പോകണം, അല്ലെങ്കിൽ അമ്പലത്തിന്റെ അടുത്തൂടെ പോകണം. പക്ഷെ അതിന് പകരം സനാതന ഗോസ്വാമി എന്ത് ചെയ്യുന്ന വെച്ചാൽ ചുട്ടുപൊള്ളുന്ന ബീച്ചിന്റെ സാൻഡിലൂടെ നടന്ന് അമ്പലത്തിന്റെ അടുത്തൂടെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും ദൂരത്തിലൂടെ നടന്ന് അവസാനം ഇവിടെ യമേശ്വരന്റെ അടുത്തെത്തും. അപ്പൊ നമ്മൾ ആലോചിക്കണം, ചൂട്ടുപൊള്ളുന്ന വെയിലത്ത് മണ്ണിലൂടെ നടക്കുമ്പോൾ നമ്മുടെ കാലിലെല്ലാം ഇങ്ങനെ ബ്ലിസ്റ്റേഴ്സ് വരും. നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് പിന്നെ പഴുത്ത് പൊങ്ങി വരും. അതോടുകൂടി നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ സനാതന ഗോസ്വാമി ആരാണെന്ന് ആലോചിക്കണം, ചൈതന്യ മഹാപ്രഭുവിന്റെ പാർഷദനാണ്. അങ്ങനെയുള്ള സനാതന ഗോസ്വാമി ഈ ബ്ലിസ്റ്റേഴ്സും കൊണ്ട് സഹിച്ച് ചൈതന്യ മഹാപ്രഭുവിന്റെ അടുത്ത് എത്തുകയും ചെയ്തു. അപ്പോൾ ഗോവിന്ദൻ സനാതന ഗോസ്വാമിക്ക് ചൈതന്യ മഹാപ്രഭുവിന്റെ പ്രസാദം കൊടുത്തു. ആ പ്രസാദം സ്വീകരിച്ചതിന് ശേഷം സനാതന ഗോസ്വാമി ചൈതന്യ മഹാപ്രഭുവിന്റെ അടുത്തെത്തി.
ആ സമയത്ത് ചൈതന്യ മഹാപ്രഭു ചോദിച്ചു, നീ ഏത് വഴിയാ വന്നത്? നീ എന്നെ കാണാൻ ഇത് വഴി വന്നു ചോദിച്ചപ്പം ചൈതന്യ ഗോസ്വാമി പറഞ്ഞു, ഞാൻ ബീച്ച് വഴിയുള്ള വഴിയാണ് വന്നത്. അപ്പൊ ചോദിച്ചു, എന്തുകൊണ്ട് നീ അതുവഴി വന്നു? അവിടെ ബീച്ച് ഭയങ്കര ചുട്ടുപൊള്ളിയല്ലേ കിടക്കുന്നത്, എന്തുകൊണ്ട് സിംഹദ്വാര വഴി വന്നില്ല എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, നിന്റെ അവിടെ ആണെങ്കിൽ വളരെ ശാന്തം, വളരെ തണുപ്പുണ്ടായിരുന്നല്ലോ, നീ അതുവഴിയല്ലേ വരേണ്ടത്. അപ്പൊ പറഞ്ഞ, നീ ഈ സാൻഡിലൂടെ നടക്കുമ്പോൾ നിന്റെ കാലെല്ലാം പൊള്ളി കാണും, നിനക്കിപ്പം നടക്കാൻ പോലും വയ്യ, നീ എങ്ങനെയാണ് ഇത് ടോളറേറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു. അപ്പൊ സനാതന ഗോസ്വാമി പറഞ്ഞു, എനിക്ക് വേറെ ഒന്നും എടുക്കുന്നില്ല, കാലില് പൊള്ളൽ ഇങ്ങനെ ബ്ലിസ്റ്റേഴ്സ് ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു പോലും ഇല്ല, അത് ഈ ചൂട് കാരണം എങ്ങനെയാ വരുന്നുള്ളത്. പക്ഷെ എന്തൊക്കെയായാലും എനിക്ക് സിംഹദ്വാരത്തിലൂടെ പ്രവേശനം ചെയ്യാനുള്ള അല്ലെങ്കിൽ സൈഡിലൂടെ പോകാനുള്ള അധികാരം എനിക്കില്ല. ഞാൻ ഇത്രയും വൃത്തികെട്ട ജന്മമാണ് എൻ്റെത്, അതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ താഴ്ന്ന ജന്മമാണത്. അതുകൊണ്ട് എനിക്ക് ഈ ഭഗവാന്റെ ഭക്തരെയോ ഭഗവാന്റെ സിംഹദ്വാരം ദർശിക്കാനുള്ള യോഗ്യത എനിക്കില്ല. അതുകൊണ്ട് അത് മാത്രമല്ല, സർവൻസ് വരുന്നു, അവരെ ഞാൻ ആക്സിഡന്റലി ടച്ച് ചെയ്യാൻ ഞാൻ വീണ്ടും പാപിയാവത്തുള്ളൂ. എൻ്റെ പുഴുത്തറിഞ്ഞ ശരീരം, അതിൽ നിന്ന് വരുന്ന പതയും പസും ഇതെല്ലാം അവരുടെ ശരീരത്തിലായ പിന്നെ അവർ പോയി സേവ ചെയ്യുമ്പം അവർക്കും പാപം കിട്ടും, അതിന് മൂല കാരണം ഞാനാവും. ഇതെല്ലാം കേട്ട ചൈതന്യ മഹാപ്രഭു വളരെ സന്തോഷത്തോടെ, അല്ലയോ സനാതന, നീ ആക്ച്വലി ഈ എൻറ്റയർ ബ്രഹ്മാണ്ടത്തിന്റെ രക്ഷകനാണ്. വൈഷ്ണവ എറ്റിക്കേറ്റ് ഒരു ഭക്തന്റെ ആഭരണമാണ്. ആ ആഭരണങ്ങളിൽ ഏറ്റവും വലിയ അമൂല്യമായിട്ടുള്ള ആഭരണമാണ് നീ. ഒരു വ്യക്തി സംസാരിക്കുന്നതിനിടയിൽ എറ്റിക്കേറ്റിന് ആൾക്കാർ കളിയാക്കാം. അപ്പൊ അങ്ങനെ ഈ എന്താ പറയണ, ഒരു വ്യക്തി സംസാരിക്കുന്നതിനിടയിൽ മറ്റുള്ള ആൾക്കാർ തന്നെ കളിയാക്കാം, തന്നെ നികൃഷ്ട ജീവി എന്ന് വിളിക്കാം. പക്ഷെ എന്തൊക്കെ സംഭവിച്ചാലും തിരിച്ച് തർക്കുത്തരം പറഞ്ഞ അല്ലെങ്കിൽ വഴക്കിടിയുന്ന ഒരു വ്യക്തി, അങ്ങനെ ഒരു വ്യക്തി ഈ ജന്മത്തിലും അടുത്ത ജന്മത്തിലും ഗതി പിടിക്കില്ല എന്ന് പറഞ്ഞു. ഇതൊക്കെ നിനക്ക് പെർഫെക്റ്റ് ആയിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ നീ എല്ലാ വൈഷ്ണവ എറ്റിക്കറ്റും ഫോളോ ചെയ്യുന്നുണ്ട്. നീ അങ്ങനെ ഫോളോ ചെയ്ത് എൻ്റെ മനസ്സിനെ നീ പിടിച്ചടക്കി. ഇതുപോലെ ഒരു വൈഷ്ണവ എറ്റിക്കേറ്റ് ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയെ നിനക്ക് ഈ ബ്രഹ്മാണ്ടത്തിൽ കാണത്തില്ല എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞ് ചൈതന്യ മഹാപ്രഭു സനാതന ഗോസ്വാമിയെ കെട്ടിപ്പിടിക്കാൻ പോയി. സനാതന ഗോസ്വാമി പിന്നെയും പുറകോട്ട് പോയി. അയ്യോ, മോയ്സ്ചർ പിന്നെയും ഈ പുഴുവിന്ന് വീഴുന്ന വ്രണം ഭഗവാന്റെ ശരീരത്തിൽ വീഴുമല്ലോ എന്നുള്ള ഒരു ശങ്ക സനാതന ഗോസ്വാമിക്ക് ഉണ്ടായി. നേരത്തെ ഞാൻ പറഞ്ഞു, ചൈതന്യ മഹാപ്രഭു സനാതന ഗോസ്വാമിയെ വിലക്കി എന്ന് പറഞ്ഞു ആത്മഹത്യ ചെയ്യുന്നു. അതിന് കാരണം, അത് അന്ന് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ, ഇതേപോലെ ചൈതന്യ മഹാപ്രഭു ആദ്യമേ കണ്ട് തൊട്ടപ്പം ചൈതന്യ മഹാപ്രഭുവിന്റെ പഴുപ്പ് സനാതന ഗോസ്വാമിയുടെ പഴുപ്പ് ചൈതന്യ മഹാപ്രഭുവിന്റെ ശരീരത്തിൽ പെരണ്ടു. അത് സനാതന ഗോസ്വാമിക്ക് സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു. അയ്യോ, ഞാനിവിടെ രഥയാത്ര വരെ കാത്തു നിൽക്കുന്നില്ല, നാളെ തന്നെ പോയി ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവാണ് എന്ന് പറഞ്ഞ് തീരുമാനിച്ച ദിവസം തന്നെയാണ് ചൈതന്യ മഹാപ്രഭു വന്ന് പറഞ്ഞത്, ഇത് നിന്റെ ശരീരമല്ല, ഇത് എന്റെ ശരീരമാണ്, ഇത് നിനക്ക് നശിപ്പിക്കാനുള്ള അധികാരമില്ല എന്ന് പറഞ്ഞു. അപ്പൊ പുള്ളിക്കാരൻ്റെ അത് വിഷമമായിരുന്നു. ഇത് തന്നെ ചൈതന്യ മഹാപ്രഭു ഇവിടെ വീണ്ടും ചെയ്തു. ഇപ്പം ഇത് വീണ്ടും ചെയ്തപ്പോഴത്തേക്ക് ചൈതന്യ മഹാപ്രഭുവിന് ഭയങ്കര സനാതന ഗോസ്വാമിക്ക് ഭയങ്കര വിഷമമായി. ഞാൻ വീണ്ടും തടയുന്നുണ്ട് ചൈതന്യ മഹാപ്രഭുവിനെ, പക്ഷെ വീണ്ടും വരികയാണ്. ഞാൻ ഇങ്ങനെ വന്ന് കെട്ടിപ്പിടിക്കുന്നു, പഴുപ്പെല്ലാം ശരീരത്തിലാവുന്നു. ഇതൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ വീണ്ടും അബദ്ധങ്ങൾ ചെയ്യുന്നു, വീണ്ടും തെറ്റുകൾ ചെയ്യുന്നു. ചൈതന്യ മഹാപ്രഭുവിനെ എൻ്റെ ഫ്രണ്ടിൽ അബദ്ധം, ജഗന്നാഥന്റെ ഫ്രണ്ടിൽ എനിക്ക് ജഗന്നാഥനെ കാണാനും പറ്റത്തില്ല. ഞാനിവിടെ ഭയങ്കര വിഷമിച്ചിരിക്കുകയാണ്. ഇനി ഞാനിവിടെ വന്നത് ഭഗവാനെ കാണാൻ പറ്റും എന്നുള്ള ആഗ്രഹത്തിലാണ്, പക്ഷെ ആത്മഹത്യനെ വന്നത്, പക്ഷെ അതും നടക്കത്തില്ല. അപ്പൊ ഞാൻ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഒരെണ്ണം ഇങ്ങനെ മനസ്സിങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ് സനാതന ഗോസ്വാമി. അപ്പൊ ആ സമയത്ത് ജഗദാനന്ദ പണ്ഡിറ്റ് വന്നു. എന്നിട്ട് ജഗദാനന്ദ പണ്ഡിറ്റ് അടുത്ത് ചൈതന്യ മഹാപ്രഭു തന്റെ മനസ്സിലുള്ള വിഷമങ്ങളെല്ലാം പറഞ്ഞു. അപ്പൊ
ജഗന്നാനന്ദ പണ്ഡിറ്റ് പറഞ്ഞു, എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഏറ്റവും നല്ല സ്ഥലം എന്ന് പറയുന്നത് വൃന്ദാവനാണ്. അവിടുത്തെ രഥയാത്ര ഇവിടുത്തെ രഥയാത്ര ഫെസ്റ്റിവൽ കഴിഞ്ഞിട്ട് നീ അവിടെ പോകും. കാരണം എന്തായാലും ഭഗവാൻ അതാണല്ലോ ഓർഡർ ചെയ്തേക്കുന്നത്, നിങ്ങൾ രണ്ടുപേരുടെ വൃന്ദാവനത്തിൽ നിൽക്കാനാണ്. അവിടെ എത്തുമ്പോൾ നിങ്ങൾക്ക് എല്ലാ സന്തോഷവും കിട്ടും. അപ്പൊ ഇവിടെ വന്നതിന്റെ കാര്യം എല്ലാം സാധിക്കും. കാരണം ഇവിടെ വന്ന് രഥയാത്രയും കാണാം, ഭഗവാനെ ജഗന്നാഥനെ കാണുകയും ചെയ്യാം, അതേപോലെ തന്നെ ചൈതന്യ മഹാപ്രഭുവിനെ കാണുകയും ചെയ്യാം, ചൈതന്യ മഹാപ്രഭുവിൻ്റെ കൂടെ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യാം. അപ്പൊ ഇതെല്ലാം നിന്റെ വരവിന്റെ ഉദ്ദേശമായിരുന്നു, അതെല്ലാം നടന്നു കഴിഞ്ഞു. അതുകൊണ്ട് ഇനിയിപ്പം നീ പെട്ടെന്ന് വൃന്ദാവനത്തോട് പോകുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞു. ഇതിനുശേഷം അപ്പൊ ജഗന്നാനന്ദ പണ്ഡിറ്റിന്റെ സജഷൻ സനാതന ഗോസ്വാമിക്ക് വളരെ സന്തോഷമായി. ഓക്കെ, അത് നല്ലതായിരിക്കും. അപ്പൊ ചൈതന്യ മഹാപ്രഭു സാധാരണ പോലെ അടുത്ത ദിവസം ഹരിദാസ് ഠാക്കൂറിനെയും സനാതന ഗോസ്വാമിയെയും കാണാൻ വന്നു. ഹരിദാസ് ഠാക്കൂർ ചൈതന്യ മഹാപ്രഭുവിന്റെ കാൽക്കല് വീണ് എന്താ പറയണ അനുഗ്രഹം വാങ്ങിച്ചു. ആ സമയത്ത് സനാതന ഗോസ്വാമി ഹരിദാസ് ഠാക്കൂർ ചൈതന്യ മഹാപ്രഭുവിന്റെ കാൽക്കല് വീണ അനുഗ്രഹം വാങ്ങിച്ചു. സനാതന ഗോസ്വാമി കുറച്ച് ദൂരെ നിന്നേ ഉള്ളൂ. എന്നിട്ട് അവിടെ നിന്ന് ദണ്ഡപ്പെട്ടു. അപ്പം ചൈതന്യ മഹാപ്രഭു നീ വാ, ഇങ്ങോട്ട് വാ, സനാതന ഇങ്ങോട്ട് വാ, അടുത്തു വാന്ന് പറഞ്ഞു. അപ്പൊ ചൈതന്യ മഹാപ്രഭുവിന്റെ അടുത്ത് പോയാൽ ചൈതന്യ മഹാപ്രഭു കെട്ടിപ്പിടിക്കും, പഴുപ്പെല്ലാം ശരീരത്തിലാവും. അതുകൊണ്ട് തന്നെ വളരെ വിഷമിച്ച് കുറച്ച് ഒരു പടി മുന്നോട്ട് പോയി, 2 പടി പുറകോട്ട് പോയി, അങ്ങനെയൊക്കെ ആയിരുന്നു ചെയ്തത്. അപ്പൊ സനാതന ഗോസ്വാമിയെ ചൈതന്യ പ്രഭു വളരെ നിർബന്ധിച്ച് വീണ്ടും കെട്ടിപ്പിടിച്ചു, ഇറുക്കി അങ്ങ് കെട്ടിപ്പിടിച്ചു. അപ്പോഴത്തേക്ക് സനാതന ഗോസ്വാമി വളരെയധികം വിഷമിച്ച് പറഞ്ഞു, ഞാൻ എനിക്ക് വേണ്ടിയിട്ട്, എൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട്, എൻ്റെ മനസ്സിന്റെ സമാധാനത്തിന് വേണ്ടി വന്നതാണ്. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഡയറക്റ്റ് ഓപ്പോസിറ്റ് ആണ് കിട്ടുന്നത്. ഞാൻ അപരാധങ്ങളുടെ മേൽ അപരാധങ്ങളാണ് ചെയ്യുന്നത്. ഇവിടെ ഒന്നാമതേ ഞാൻ താഴ്ന്ന ജാതി, എൻ്റെ പാപകർമ്മങ്ങൾ കാരണം ഞാൻ ശാരീരികമായിട്ട് അനുഭവിക്കുന്നു. ഞാൻ പാപകർമ്മങ്ങളുടെ ഫലമായിട്ട് എൻ്റെ ശരീരം എല്ലാം പുഴുത്തരിച്ചിരിക്കുകയാണ്. ആ പുഴു അരിഞ്ഞ ശരീരത്തിലോട്ട് അങ്ങയുടെ ശരീരം കൂടെ കൊള്ളുമ്പോഴത്തേക്ക് അത് അല്ലെ പഴുപ്പെല്ലാം അങ്ങയുടെ ശരീരത്തിൽ വരുമ്പോഴത്തേക്ക് എൻ്റെ ഹൃദയം ആക്ച്വലി ഇല്ലാതാകുന്നു. ഇത് എനിക്ക് ഒരിക്കലും പറ്റത്തില്ല. ഞാൻ വല്ലാത്തൊരു പാപിയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ജഗദാനന്ദ പണ്ഡിറ്റുമായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്തിരുന്നു ഈ സിറ്റുവേഷൻ. അവിടെ ഞാൻ വെച്ച് ജഗദാനന്ദ പണ്ഡിറ്റ് ഒരു സജഷൻ തന്നു. എൻ്റെ അടുത്ത് അങ്ങ് പറഞ്ഞത് വൃന്ദാവനത്തിൽ പോകാനാണ് പറഞ്ഞത്. അത് രഥയാത്ര കഴിഞ്ഞിട്ട് വൃന്ദാവനത്തിൽ പോകാനുള്ളൊരു സജഷനാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. അങ്ങേക്ക് എന്ത് തോന്നുന്നു സനാതന ഗോസ്വാമി ചൈതന്യ മഹാപ്രഭുവിൻ്റെ അടുത്ത് ചോദിച്ചു. ചൈതന്യ മഹാപ്രഭുവിന് ദേഷ്യം വന്നിട്ട് വയ്യ. ഉടനെ ഭയങ്കര ദേഷ്യത്തില് ചൈതന്യ മഹാപ്രഭു പറഞ്ഞു, ഈ ജഗദാനന്ദ പണ്ഡിറ്റ് ജഗ എന്നാണ് പറയുന്നത്. ജഗദാനന്ദ പണ്ഡിറ്റിന് ജഗ ഒരു കൊച്ചാണ്. അവന് ഇത്രയും അഹങ്കാരമായോ? അവൻ നിന്നെ ഉപദേശിക്കത്തക്ക രീതിയിലായോ? നിന്റെ ലെവലിലുള്ള ആള്. ഈ സ്പിരിച്വൽ അഡ്വാൻസ്മെന്റ് സാധാരണ ഭൗതികമായിട്ടുള്ള ലെവലിലെ പോലെ അല്ല. സ്പിരിച്വൽ കാര്യങ്ങൾ എന്ന് പറയുന്നത് ഭൗതികമായിട്ടുള്ള കാര്യങ്ങളെ പോലെ അല്ല. നീ ആക്ച്വലി ജഗദാനന്ദ പണ്ഡിറ്റിന്റെ ഗുരുവിന്റെ ലെവലുള്ളതാണ്. അവന് നിന്റെ വാല്യൂ അറിയാതെ അവൻ നിന്നെ അഡ്വൈസ് ചെയ്യുന്നത്. ഇതെന്തൊരു ഇതാണ്. അവനെ ഒരു നോട്ടി ചെറുക്കനെ പോലെയാണ് പെരുമാറുന്നത്. സനാതന, നീ ആക്ച്വലി എന്റെയും അഡ്വൈസറാണ്. അതിനെ ഞാൻ ഓതറൈസ് ചെയ്തേക്കുന്ന വ്യക്തിയാണ് നീ. പക്ഷെ ഇങ്ങനെയുള്ള വ്യക്തിയെ ജഗക്ക് അഡ്വൈസ് ചെയ്യണമെന്നോ? അവന് ക്ഷമിക്കൂ, അവന്റെ ഒരു തെറ്റായിട്ട് അവന് കണ്ടിട്ട് അതിനെ ക്ഷമിക്കുക. അപ്പൊ ഇങ്ങനെ ചൈതന്യ മഹാപ്രഭു ജഗദാനന്ദ പണ്ഡിറ്റിനെ വഴക്ക് പറഞ്ഞപ്പം സനാതന ഗോസ്വാമിയെ ചൈതന്യ മഹാപ്രഭുവിന്റെ കാൽക്കൽ വീണിട്ട് പറഞ്ഞിട്ട് ഒന്ന് ആലോചിക്കുക. ഭഗവാൻ ചൈതന്യ മഹാപ്രഭു ജഗദാനന്ദ പണ്ഡിറ്റിനെ വഴക്ക് പറയുകയാണ്. പക്ഷെ സനാതന ഗോസ്വാമി എങ്ങനെ സ്വീകരിക്കുന്നത്? കാൽക്കൽ വീണ് ചൈതന്യ മഹാപ്രഭുവിന്റെ കാലിൽ വീണിട്ട് പറഞ്ഞു, ആ ജഗദാനന്ദ പണ്ഡിറ്റിന്റെ ഭാഗ്യം ഒന്ന് ആലോചിക്കും, അങ്ങാണെങ്കിൽ അവനെ വഴക്ക് പറയുന്നു. പക്ഷെ എൻ്റെ കാര്യം നിന്ന് ആലോചിക്കും, ഞാൻ എത്ര ഹതഭാഗ്യനാണ്. ജഗദാനന്ദ പണ്ഡിറ്റിന്റെ ഭാഗ്യവാൻ, ഇതുപോലെ ജഗദാനന്ദ പണ്ഡിറ്റിനെ പോലെ ഒരു ഭാഗ്യവാൻ ഈ ലോകത്തില്ല. അങ്ങ് ഭഗവാന്റെ അങ്ങ് ജഗദാനന്ദ പണ്ഡിറ്റിനെ
അഫക്ഷനേറ്റ് റിലേഷൻഷിപ്പ്, അതായത് പ്രേമപരസ്പരമായിട്ടുള്ള ഇടപാടിന്റെ നെക്ടറാണ് കുടിപ്പിക്കുന്നത്. നീ അങ്ങ് എന്നെ ജഗദാനന്ദനെ ചീത്ത വിളിക്കുകയാണെന്നാണ് തോന്നുന്നത്. പക്ഷെ ആക്ച്വലി എനിക്ക് ബിറ്റർ ജ്യൂസ് തന്നിട്ട് ജഗദാനന്ദ പണ്ഡിറ്റിന് അമൃതാണ് കൊടുക്കുന്നത്. എൻ്റെ മിസ്ഫോർച്യൂണാണ്. ഞാൻ അങ്ങേ ഇന്റിമേറ്റ് ആയിട്ടുള്ള ഫ്രണ്ടായിട്ട് സ്വീകരിച്ചു. പക്ഷെ മനസ്സിലാക്കുന്നില്ലായിരുന്നു അങ്ങ് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് ഹെഡ് ആണെന്ന് മനസ്സിലാക്കുന്നില്ല. അപ്പൊ ഇത് കേട്ടപ്പോൾ ചൈതന്യ മഹാപ്രഭു കുറച്ചൊന്ന് ഒരു നാണം വന്നു. കാരണം തന്നെ ഇത്രയും ഗ്ലോറിഫൈ ചെയ്തു. ആദ്യമായിട്ടാണ് ഒരാൾ ഗ്ലോറിഫൈ ചെയ്യുന്നത് ഭഗവാനാണെന്ന്. കാരണം താൻ ഭഗവാനാണെന്നുള്ള കാര്യം മറച്ചു വെച്ചാണ് ഇത്രയും നാൾ, മായാദേവിയുടെ ശക്തിയാൽ മറച്ചു വെച്ചാണ് ഇത്രയും നാൾ നിൽക്കുന്നത്. പക്ഷെ ഒരാൾ തുറന്നടിച്ച് പറയാണ് അങ്ങ് ഭഗവാനാണെന്നത്. അപ്പോഴത്തേക്ക് ചൈതന്യ മഹാപ്രഭു കുറച്ചൊന്നും ഒരു ജാളിത വന്നു. അപ്പൊ എന്നിട്ട് സനാതന സ്വാമിയെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു, അല്ലയോ സനാതന, ജഗദാനന്ദ എനിക്ക് നിന്നെക്കാളും പ്രിയപ്പെട്ടതാണ് ഒരിക്കലും തീരുമാനിക്കരുത്. പക്ഷേ എനിക്ക് ഈ എറ്റിക്കേറ്റ്, വൈഷ്ണവ എറ്റിക്കേറ്റ്സ്, സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള എറ്റിക്കേറ്റ്സ്, അത് മുറിച്ച് ലംഘിച്ചു പോകാൻ പറ്റത്തില്ല. ജഗദാനന്ദ നിന്നെ ഉപദേശിക്കുന്നത് എനിക്ക് ഇൻടോളറബിൾ ആയിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ ചാസ്റ്റൈസ് ചെയ്യുന്നത്. ചാസ്റ്റൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ വഴക്ക് പറയുന്നത് പ്രേസിങ്ങിനെക്കാട്ടും നല്ലതാണെന്ന് നീ ഒരിക്കലും ചിന്തിക്കരുത്. ഓരോരുത്തർക്ക് ഓരോ രീതിയാണുള്ളത്. ഓരോരുത്തർക്ക് ഓരോ രീതിയിൽ പറഞ്ഞാലേ മനസ്സിലാവും. നീ വിചാരിക്കില്ലേ നിന്റെ ശരീരം നാറ്റം വിടിഞ്ഞതാണ്, ഈ ഇങ്ങനെ അഴുക്കും പുഴുവും വ്രണവും ഒക്കെ ഉള്ള ചെളിയെല്ലാം വന്നിരിക്കുകയാണ്, അതെന്റെ ശരീരത്തിൽ കൊള്ളുമ്പം എനിക്ക് അത് വൃത്തികേടായിട്ട് തോന്നുന്നു നീ ഒരിക്കലും വിചാരിക്കരുത്. ആക്ച്വലി നിന്റെ ശരീരം ഭൗതികമേ അല്ല, ആത്മീയമാണ്. അങ്ങനെയുള്ള ശരീരത്തിൽ നിന്ന് എങ്ങനെയാണ്, വ്രണത്തിൽ നിന്ന് എങ്ങനെയാണ് പുഴു വരുന്നത്, പുഴു വരിക്കുന്നത്, ചെളി വരുന്നത് എങ്ങനെയാണ്, പഴുപ്പ് വരുന്നത് എങ്ങനെയാണ്? ഞാൻ നിന്നെ കെട്ടിപ്പിടിക്കുമ്പം ആക്ച്വലി നിന്റെ ശരീരത്തിൽ നിന്ന് എൻ്റെ ശരീരത്തിലോട്ട് ചന്ദനമാണ് വീഴുന്നത്. അത് നിനക്ക് മനസ്സിലാവുന്നില്ല, നിനക്ക് കാണാൻ പറ്റുന്നില്ല, പക്ഷെ എനിക്കത് മനസ്സിലാവുന്നുണ്ട്. നിന്റെ ശരീരം ഒരിക്കലും ഡേഞ്ചറസ് അല്ല. നിന്റെ ശരീരം എൻ്റേതാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ ആ ശരീരത്തിന്റെ നെക്ടർ ആസ്വദിക്കുകയാണ് ചെയ്യുന്നത് നിന്നെ കെട്ടിപ്പിടിക്കുമ്പോൾ. നീ ഇനി സാധാരണ ഒരു ഭൗതികമായിട്ടുള്ള ആളുടെ ശരീരമാണെന്ന് വിചാരിക്കരുത്. അഥവാ ഇൻ കേസ് ഭൗതികമാണെന്ന് വെക്കുക, എന്നാലും ഞാൻ അതൊരിക്കലും നെഗ്ലക്ട് ചെയ്യത്തില്ല. കാരണം ശരീരം എന്ന് പറയുന്നത് നല്ലതുമല്ല ചീത്തയുമല്ല. നമുക്ക് ഭഗവാന്റെ ഇംഗിതത്തിന് അല്ലെങ്കിൽ ഭക്തിയുത സേവനത്തിന് നമ്മൾ ഉപയോഗിക്കുന്ന കാര്യം തീർച്ചയായിട്ടും അത് ഭൗതികമല്ല. ഭഗവാനുമായിട്ട് ബന്ധമുള്ള എന്തും അത് അല്ലെ ഭഗവാനുമായിട്ട് ബന്ധം ഇല്ലാത്തതിനെല്ലാം മായയാണ്, ഇല്യൂഷനാണ്. ഭഗവാനായിട്ട് ബന്ധമുള്ളത് അതീന്ദ്രിയമായി മാറുകയാണ് ചെയ്യുന്നത്. ഈ ഭൗതിക ലോകത്ത് നല്ല ഭാഗ്യം, ചീത്ത ഭാഗ്യം, അല്ലെങ്കിൽ ഗുഡ് ഫോർച്യൂൺ, ബാഡ് ഫോർച്യൂൺ, ഇങ്ങനെയൊക്കെ പറയുന്നത് ആക്ച്വലി ഒരു മിസ്റ്റേക്ക് തന്നെയാണ്. അതുകൊണ്ട് ഭഗവത്ഗീതയിൽ പറയുന്ന പോലെ സമദർശിന ആവണം, പണ്ഡിത സമദർശിന എന്നുള്ള ശ്ലോകം പറയുന്ന പോലെ അതുപോലെ ആവണം. അങ്ങനെ ആവാനാണ് ചൈതന്യ മഹാപ്രഭു ഹരിദാസ് ഠാക്കൂറിന്റെ അടുത്ത് പറഞ്ഞത്. ഈ ഹരിദാസ് ഠാക്കൂർ അതുകൊണ്ട് തന്നെ ഈ ഗ്ലോറിഫിക്കേഷൻ, ഈ ശ്ലോകങ്ങളെല്ലാം പറഞ്ഞ പോലെ എനിക്ക് നിന്നെ ഹേറ്റ് ചെയ്യാനും പറ്റത്തില്ല, എൻ്റെ ശരീരത്തെ ഹേറ്റ് ചെയ്യാനും പറ്റത്തില്ല, ഭൗതികമാണെങ്കിൽ പോലും. അതുകൊണ്ട് നീ വിഷമിക്കണ്ട, നിന്റെ വിഷമം എല്ലാം തന്നെ ഇല്ലാതാക്കും എന്ന് പറഞ്ഞിട്ട് ഒരു എക്സാമ്പിൾ കൂടെ പറഞ്ഞു. എങ്ങനെയാണ് ഒരു മകന്റെ, ഒരു കൊച്ചിന്റെ, ഒരു പിഞ്ചു കുഞ്ഞിന്റെ തീട്ടവും മൂത്രവും അമ്മയ്ക്ക് അരോചകമല്ലാതെ തോന്നുന്നത്, അതേപോലെയാണ് എനിക്ക് നിന്റെ ശരീരത്തിൽ നിന്ന് വരുന്ന പുഴുവിന്റെ അരിച്ച സാധനം. അതെല്ലാം തന്നെ ഞാൻ ചന്ദനമായിട്ടാണ് സ്വീകരിക്കുന്നത്. എന്നിട്ട് ഹരിദാസ് ഠാക്കൂർ പറഞ്ഞു, അല്ലയോ ചൈതന്യ മഹാപ്രഭു, അങ്ങയുടെ മനസ്സിൽ എന്താണെന്ന് അറിയത്തില്ല. അങ്ങ് കുറച്ചു മുമ്പ് വാസുദേവ വിപ്രന്റെ ലെപ്രസി പിടിച്ച ബാധ ഇല്ലാതാക്കി. അത് ഉണ്ടായിട്ടും കെട്ടിപ്പിടിച്ച് അതിനെ ഇല്ലാതാക്കുകയും ചെയ്തു. അപ്പൊ ഇത് എന്താണ് അങ്ങ് ചെയ്യുന്നതെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പൊ ചൈതന്യ പ്രഭു പറഞ്ഞു, അത് എന്താ പറയണ, ഒരു വ്യക്തി ജനിക്കുന്ന സമയത്ത് ഭൗതികമായിട്ട് ശരീരം കിട്ടിയേക്കാം,
ആ ശരീരം ഇനിസിയേഷനോട് കൂടി തന്നെ ഭക്തൻ ഭക്തിയുത സേവനത്തിന് വേണ്ടി എപ്പോഴാണോ ശരീരം മാറ്റിവെക്കുന്നത് ആ ഭൗതിക ശരീരം ആത്മീയമായി മാറിക്കഴിഞ്ഞു. കൃഷ്ണൻ അവന്റെ ശരീരത്തിനെ ആത്മാവായിട്ട് തന്നെ, തൻ്റെ ആത്മാവെന്ന് വെച്ചാൽ ആത്മമായിട്ട് തന്നെ, ഭഗവാനായിട്ട് തന്നെ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. അതോടുകൂടി ഭഗവാന്റെ ഭക്തന്റെ ശരീരം ആത്മീയമായി മാറുന്നു. ജീവിതത്തിലെ പല ആൾക്കാരും ജന്മമരണ ചക്രത്തിൽ പെട്ടുഴലും. പക്ഷേ സനാതന ഗോസ്വാമി ഒരിക്കലും അങ്ങനെയല്ല. ചൈതന്യ മഹാപ്രഭുവിന് ഞാൻ തീർച്ചയായിട്ടും ഈ സനാതന ഗോസ്വാമിയുടെ വിഷമം എല്ലാം മാറ്റിത്തരുന്നതാണെന്ന് പറഞ്ഞു. ജഗന്നാനന്ദ പണ്ഡിറ്റ് എന്ത് വേണമെങ്കിലും പറയട്ടെ, നീ ഇവിടെ തീർച്ചയായിട്ടും ജഗന്നാഥപുരിയിൽ 1 വർഷം നിൽക്കണം, അതിനുശേഷം ഞാൻ നിന്നെ വൃന്ദാവനത്തോട് ഇടാം എന്ന് പറഞ്ഞ് ചൈതന്യ മഹാപ്രഭു വീണ്ടും സനാതന ഗോസ്വാമിയെ കെട്ടിപ്പിടിച്ചു. ഇപ്പം പെട്ടെന്ന് നോക്കിയപ്പോഴത്തേക്ക് സനാതന ഗോസ്വാമിയുടെ ശരീരം കംപ്ലീറ്റ്ലി ദിവ്യമായിട്ട് മാറി. ഒരു ചൈതന്യ മഹാപ്രഭുവിന്റെ റെപ്ലിക്ക തന്നെ ഗോൾഡൻ ശരീരമായി മാറി. ഒരു പുഴുവില്ല, അരിപ്പില്ല, എല്ലാം മാറി നല്ല പെർഫെക്റ്റ് ആയി. ഈ ചേഞ്ച് ഹരിദാസ് ടാഗോർ കണ്ടിട്ട് പറഞ്ഞു, ഹരി ബോൾ, ഇതാണ് സനാതന നിന്റെ പാസ്റ്റ് ടൈം. സനാതന ഗോസ്വാമി ജാർഖണ്ഡിലെ വെള്ളം കുടിപ്പിച്ചതും അവിടുത്തെ പുഴു അരിപ്പിച്ചതും ഇതെല്ലാം ചൈതന്യ മഹാപ്രഭുവിന്റെ പാസ്റ്റ് ടൈമാണ്, ലീലകളാണ്. അങ്ങനെ വളരെയധികം സന്തോഷത്തോടെ രണ്ടുപേരും കുറച്ച് കീർത്തനവും ചെയ്ത് അതിനുശേഷം സനാതന ഗോസ്വാമിയുടെ അടുത്ത് ഇൻസ്ട്രക്ഷൻസ്, വൈഷ്ണവ എറ്റിക്കേറ്റ്സും വൈഷ്ണവ ആചാരങ്ങളെ കുറിച്ചും ബുക്കുകൾ എഴുതാനും പറഞ്ഞു. 1 വർഷം നിന്നതിന് ശേഷം സനാതന ഗോസ്വാമി തിരിച്ച് വൃന്ദാവനത്തിൽ പോയി. രൂപഗോസ്വാമി അതിനുശേഷം എത്തി. രൂപഗോസ്വാമി 1 വർഷം ബംഗാളിൽ നിന്നതിന് ശേഷമാണ് വൃന്ദാവനത്തിലെത്തിയത്. അങ്ങനെ രണ്ടുപേരും വൃന്ദാവനത്തിലെത്തുകയും ചൈതന്യ മഹാപ്രഭുവിന്റെ ഇച്ഛപ്രകാരം അവിടെ ഉണ്ടായിരുന്ന ലോസ്റ്റ് ആയിട്ടുള്ള പിൽഗ്രിമേജ് പ്ലേസസ് എല്ലാം, അതായത് പുണ്യതീർത്ഥങ്ങളെല്ലാം വീണ്ടും കൊണ്ടുവന്നു. ഇതിനു മുമ്പ് ഭൂഗർഭ ഗോസ്വാമി മറ്റുള്ള ഗോസ്വാമീസിനെയും ചൈതന്യ മഹാപ്രഭുവിന്റെ ഇച്ഛയാൽ പോയിട്ടുണ്ടായിരുന്നു വൃന്ദാവനത്തിൽ. പക്ഷെ അവർക്ക് നടക്കാൻ പറ്റാത്തത് കാരണം പൊളിറ്റിക്സിൽ അവിടെ മുസ്ലിംസ് ആയിരുന്നു ഭരിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ആ സമയത്ത് പൊളിറ്റിക്സ് അറിയാവുന്ന ആൾക്കാരെ വേണമായിരുന്നു. അതുകൊണ്ട് ചൈതന്യ മഹാപ്രഭു ഇതിനാണ് രൂപഗോസ്വാമിയെ സനാതന ഗോസ്വാമിയെ അങ്ങോട്ട് വിട്ടത്. ഇതിന് സനാതന ഗോസ്വാമി പല പല പുസ്തകങ്ങൾ എഴുതി. ബൃഹത് ഭാഗവതാമൃത ഏറ്റവും പെർഫെക്റ്റ് പുസ്തകമാണ്. ഡിവോഷണൽ സർവീസ് എന്താണെന്ന് മനസ്സിലാക്കാനും കൃഷ്ണൻ ആരാണെന്ന് മനസ്സിലാക്കാനുള്ളത്. അതിനുശേഷം 10th കാൻഡോയ്ക്ക് വേണ്ടി ദശമ ടിപ്പണി, ഹരിഭക്ത വിലാസ, ഇതുപോലെ മദൻ മോഹൻ ഗോവിന്ദജിയെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഭക്തിരസാമൃതം, ഇങ്ങനെയുള്ള ഭക്തിരസാമൃതത്തിന് രൂപ ഗോസ്വാമി എഴുതിയത്. മദന മോഹനെ ഗോവിന്ദജിയെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് പല പല പുസ്തകങ്ങൾ സനാതന ഗോസ്വാമി എഴുതി. രൂപ ഗോസ്വാമി എഴുതിയ പുസ്തകങ്ങളിൽ ഒന്നാണ് ഭക്തിരസാമൃത സിന്ധു, ഉജ്ജ്വല നീലാമണി, ഇതുപോലെ പല പല വിദഗ്ധ മാധവ, ലളിത മാധവ. ഇതിനെ എഴുതുന്നതിന്റെ റീസൺ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നു. ദാനകേളി, കൗമുദി, ഇങ്ങനെയുള്ള പല പല പുസ്തകങ്ങൾ രൂപഗോസ്വാമി എഴുതിയിരുന്നു. അനുപം അല്ലെങ്കിൽ വല്ലഭന്റെ മോനാണ് ജീവഗോസ്വാമി. അപ്പൊ പുള്ളിക്കാരന്റെ ഒരു ഗോസ്വാമിയായി മാറുകയും ചെയ്തു രൂപഗോസ്വാമിയുടെ യങ്ങർ ബ്രദറിന്റെ. ജീവഗോസ്വാമി ഒടുവിൽ വൃന്ദാവനത്തിൽ എത്തുകയും പുള്ളിക്കാരനും കുറെ പുസ്തകങ്ങൾ എഴുതി. ജീവഗോസ്വാമി എഴുതിയ പുസ്തകത്തിൽ ഏറ്റവും പ്രിയപ്പെട്ടതാണ് ഭഗവത് സന്ദർഭ അല്ലെങ്കിൽ സത് സന്ദർഭ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ സമ്പ്രദായത്തിലെ എല്ലാ പ്രിൻസിപ്പിൾസും അതിനകത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഗൈഡ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. നമ്മുടെ സമ്പ്രദായത്തിൽ ഡിവോഷണൽ സർവീസ് എന്താണെന്നും ഭഗവാൻ എന്താണെന്നും മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഗോപാല ചമ്പു, ഇതെല്ലാം ജീവഗോസ്വാമി എഴുതിയാണ്. അപ്പൊ ഈ ജീവഗോസ്വാമിയും സനാതന ഗോസ്വാമിയും രൂപഗോസ്വാമിയുടെ ട്രയോ എന്ന് പറയുന്നത് നമ്മുടെ സമ്പ്രദായത്തിന് നമുക്ക് കൃഷ്ണൻ ആരാണെന്നും ഭക്തി എന്താണെന്നും ഭക്തിയുടെ സേവനം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും പറഞ്ഞു തരുന്ന 3 ത്രിമൂർത്തികൾ എന്ന് പറഞ്ഞാൽ ഈ 3 പേരാണ്. ഇവർ തന്നെയാണ് ഗോസ്വാമീസിലുള്ള ആൾക്കാരാണ്. അത് ഇവരുടെ ലീലകൾ നമുക്കിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാം. പക്ഷെ ടൈം ഓഫ് എസൻസ് നമുക്ക് ഇവിടെ വെച്ച് നിർത്താം ഇന്നത്തേക്ക്. അടുത്ത കഥ നമുക്ക് അടുത്ത ആഴ്ച കാണാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എന്തെങ്കിലും സംശയമോ കമന്റ്സോ ഉണ്ടോ?
ഒന്നും കാണത്തില്ല പ്രഭു, കഥയിലായിരുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ എല്ലാരും വരിക, പ്രഭുജിയോട് ആദരവോടെ 3 പ്രാവശ്യം ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കാം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം ഹരേ രാം ഹരേ സിന്ധുഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനേക കോടി വൈഷ്ണവ സംഗീതനക്ക് ഹരേ കൃഷ്ണ മഹാമന്ത്രക്ക് ശ്രീല പ്രഭുപാദിക്ക് जय श्री आनंद पद्मनाभ स्वामी की जय. हरे कृष्णा प्रभु जी, धन्यवाद प्रणाम. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. हरे कृष्ण.